Hi everyone, today we're going to deal with a class on HIV and AIDS, and this class is exclusively for students who have been preparing for OPRA, PEBC, PSI, FPGEE exams or pharmacist licensing exams. And this class is going to be in Malayalam. In that class, it deals with pharmacology of HIV infection, human immunodeficiency, virus infection. So let me start with the introduction before moving on to the pharmacology. കാരണം pharmacology പഠിക്കുമ്പോഴേക്കും we focus on drugs, the mechanism of action of drugs, the pharmacokinetics or adverse effects related to drugs. പക്ഷേ I want you to have an idea about the pathogenesis and etiology of the infection. See, acquired immune deficiency syndrome. ഇത് ആദ്യം കണ്ടുപിടിച്ചപ്പോഴേക്കും people were not knowing about the HIV infection. ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. And ഇത് കണ്ടുപിടിച്ചത് before, I mean 1980s ഇതുപോലൊരു group of individualsന് പെട്ടെന്ന് certain type of opportunistic infections വരുന്നു, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവുന്നു. For example, Kaposi sarcoma, that's a type of cancer. Purplish color tumors, നമ്മുടെ സ്കിന്നിലും അല്ലെങ്കിൽ മൗത്തിനകത്തും ഇന്റേണൽ ഓർഗൻസിലും ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണത്. ഇറ്റ്സ് ഡ്യൂ ടു ഹെർപ്പസ്, ഹ്യൂമൻ ഹെർപ്പസ് 8. ആൻഡ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് സാധാരണഗതിയിൽ ഇമ്മ്യൂണോ കമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാത്ത തരത്തിലുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് വന്ന ആൾക്കാരിൽ കണ്ടു തുടങ്ങി. എക്സാമ്പിൾ കാൻഡിഡിയാസസ് വരുന്നു റിക്കറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡിയാസസ്. അതുപോലെ തന്നെ pneumocystis jirovecii pneumonia. Previously it was known as pneumocystis carinii pneumonia. Pneumocystis jirovecii pneumonia വരുന്നു. അങ്ങനെയാണ് HIV കുറിച്ച് ആൾക്കാർ പഠനം തുടങ്ങിയത്. ആൻഡ് HIV സ്ട്രെയിൻസും ഒരുപാട് ഫിനോടൈപ്സും ഒക്കെ ഉണ്ടെങ്കിലും the major cause is HIV-1, human immunodeficiency virus 1. ഈ HIV-2 sexually transmitted ആണ്, പക്ഷെ that is less virulent, transmissible and prevalent than HIV-1. HIV പകരുന്നതിന് 3 primary modes of transmission ആണുള്ളത്. And as everyone knows, one primary mode of transmission is sexual. Anorectal sex ആകാം, അല്ലെങ്കിൽ റിസപ്റ്റീവ് വജൈനൽ സെക്സ് കൂടെയാണ് പകരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പൊതുവെ അവയർനെസ് കൊടുക്കുമ്പോൾ ആൾക്കാരോട് പറയും യു യൂസ് കോണ്ടംസ് ആൻഡ് അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, പ്രൊമിസ്ക്വിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. ആൻഡ് ഈ നെക്സ്റ്റ് വൺ ഇസ് പാരൻട്രൽ. പാരൻട്രൽ മീൻസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾ ഡ്രഗ് യൂസേഴ്സ് ഒരേ നീഡിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴൊക്കെ പാരൻട്രൽ ട്രാൻസ്മിഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മ്യൂക്കോ ക്യൂട്ടേനിയസ് ട്രാൻസ്മിഷൻ പറയുന്നുണ്ടെങ്കിലും അതത്ര കോമൺ ആയിട്ട് വരുന്ന ഒന്നല്ല. ആൻഡ് ദ തേർഡ് വൺ ഇസ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ ഫ്രം ദ മദർ ടു ദ ബേബി. ഇത് സാധാരണഗതിയിൽ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആണ് നടക്കുന്നത്. ഒരു ഫ്രാക്ഷൻ മാത്രം യൂട്രസിൽ ബേബി ഉള്ളപ്പോൾ തന്നെ, അതായത് ഫീറ്റസ് ഉള്ളപ്പോൾ തന്നെ പകരാറുണ്ട്. ഇതിനകത്ത് റിസ്ക് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയാണ്. ഇപ്പോൾ ഒരു അമ്മമാർ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എടുക്കുന്നില്ലെങ്കിൽ 25% ചാൻസസ് ഉണ്ട് മദർ ടു ബേബി ട്രാൻസ്മിഷൻ, അതായത് വെർട്ടിക്കൽ ട്രാൻസ്മിഷന്. ഇനി when we categorize the patients or when we start treatment, we are going to broadly categorize the patients into 2. HIV ഉള്ളവരും എയ്ഡ്സ് ഉള്ളവരും. എല്ലാ HIV ബാധിതരായ ആൾക്കാർക്കും എയ്ഡ്സ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. So when it comes to categorization, those living with HIV or those with an AIDS diagnosis. AIDS diagnosis ഉള്ളവരിൽ CD4 plus count 200 cells per cubic millimeter താഴെയായിരിക്കും. So we'll talk about all those stuff. എന്താണ് ഈ CD4 കൗണ്ട്, ഏതൊക്കെ സെല്ലുകളുടെ മുകളിലാണ് CD4 റിസപ്റ്റേഴ്സ് ഉള്ളതെന്നൊക്കെ. And etiology. Let's talk about the virus a little bit. And I'm going to reiterate the fact this is not a microbiology class or a pathophysiology or pharmacotherapeutic class. This class is purely intended for pharmacology. So our focus is on pharmacology, drugs are. And we have entry inhibitors, we have reverse transcriptase inhibitors, integrase inhibitors, protease inhibitors, and there are plenty of drugs to learn. എന്നാലും ഡ്രഗ്സ് പഠിക്കാൻ വേണ്ടി we must know the basic structure of the virus. HIV virus enveloped virus ആണ്. ഇതിനൊരു ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ ഉണ്ട്. ഈ വൈറസുകൾ ഇതിൻ്റെ ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ എടുക്കുന്നത്, ഇതുപോലത്തെ വൈറസുകൾ എടുക്കുന്നത് ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ്റെ ഒരു ഭാഗമായിരിക്കും ഇത്. ആൻഡ്
It's a single-stranded RNA virus. Positive sense, single-stranded RNA virus. 2 copies of RNA virus travel ചെയ്യുന്നത്, and the virus also carries 3 different enzymes always with it. 3 different enzymes are very important for your exams: reverse transcriptase, integrase, and protease. പിന്നെ it's a member of lentivirinae subfamily of retrovirus. ഇനി ഡിറ്റക്ഷൻ, ELISA ടെസ്റ്റ് ആണ് സാധാരണഗതിയിൽ ആൾക്കാർ ഒരു പ്രൈമറി ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ELISA ടെസ്റ്റ് is, I'm going to explain it, enzyme linked immunosorbent. ഇത് സ്പെസിഫിക് ആണ്, ഇത് ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ആണ് ഈ ടെസ്റ്റ്. ചിലപ്പോൾ മാത്രം ചില ആൾക്കാർക്ക് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് കാണാറുണ്ട്. ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് സാധാരണഗതിയിൽ ഇപ്പം HIV വാക്സിനേഷനോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷനോ ഇൻഫ്ലുവൻസ വാക്സിനേഷനോ ഒക്കെ എടുത്തവരിൽ മാത്രമേ അങ്ങനെ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് കാണാറുള്ളൂ. പിന്നെ CKD, ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഇമ്പയർമെൻറ്റ് ഉള്ള ആൾക്കാരിൽ, പിന്നെ പലപ്പോഴും സിറോസിസ് ഉള്ള ആൾക്കാരിൽ, അതായത് ലിവർ ഡിസീസ് ഉള്ള ആൾക്കാരിലൊക്കെ ചിലപ്പോൾ റെയർ ആയിട്ട് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് കാണിക്കാറുണ്ട്. ഇനി ഫോൾസ് നെഗറ്റീവ് റിസൾട്ട്സ് കാണിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ELISA ടെസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് HIVക്കെതിരെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസാണ്. അപ്പോൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മിനിമം ഓഫ് 3 to 4 വീക്സ് എടുക്കാറുണ്ട്. ഈ എല്ലാ ആൾക്കാരിലും അങ്ങനെയല്ല. ചില ആൾക്കാരിൽ മാത്രമേ 3 to 4 വീക്സ് കൊണ്ട് ആൻറ്റിബോഡി ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. 95% ഓഫ് ആൾക്കാരിലും 6 months എടുക്കും. HIV വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ട് 6 months എടുക്കും ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരിലും നമുക്ക് HIV ബാധിതരായ എല്ലാ ആൾക്കാരിലും ELISA ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ്, ചിലപ്പോൾ ഫോൾസ് നെഗറ്റീവ് റിസൾട്ട്സോ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. ഇതിൽ നമുക്ക് ചില സറോഗേറ്റ് മാർക്കേഴ്സ് ഉണ്ട്. അതായത് ഒരു പേഷ്യൻറ്റിന് നമ്മൾ മരുന്ന് കൊടുത്ത് തുടങ്ങി, HIV ബാധിതനാണ് പേഷ്യൻറ്റ്. അപ്പോൾ മോണിറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സറോഗേറ്റ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറൽ ലോഡും CD4 കൗണ്ടും. ഇത് രണ്ടുമാണ് നോക്കുന്നത്. അപ്പോൾ വൈറൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര RNA കോപ്പീസ് ബ്ലഡിലുണ്ടെന്ന് നോക്കുവാണ്. ഇസ് ഇറ്റ് 10⁻⁶ കോപ്പീസ് പെർ ml അല്ലെങ്കിൽ 10⁻⁵ കോപ്പീസ് പെർ ml, അങ്ങനെയാണ് നോക്കുന്നത്. ഈ വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് there are several tests available in the clinics. RT-PCR ഉണ്ട്, ബ്രാൻഡഡ് ചെയിൻ DNA ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ മീഡിയേറ്റഡ് ആംപ്ലിഫിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്, ആൻഡ് ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ബേസ്ഡ് അസൈഡ്സ് ഉണ്ട്. ഇനി let's talk about the pathogenesis. So I'm going to teach you pathogenesis and drugs together, and that will be more understandable. പാത്തോജനസിനകത്ത് എങ്ങനെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തുള്ള സെല്ലിനകത്തേക്ക് കയറുന്നു എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ there are some entry factors എന്ന് പറഞ്ഞാൽ ചില സ്പൈക്ക് പ്രോട്ടീൻസ് ഒക്കെ വൈറസിൻ്റെ സെൽ എൻവലപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്പൈക്ക് പ്രോട്ടീൻസ് ഉപയോഗിച്ചാണ് വൈറസ് നമ്മുടെ സെല്ലിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ സ്പൈക്ക് പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ഓൺവലപ്പ് പ്രോട്ടീൻസ് എന്ന് പഠിക്കണം. എന്നിട്ട് ഈ ഓൺവലപ്പ് പ്രോട്ടീൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. And let's say that was just an introduction to the class. Now we're going to actually start the class. So I told you in the beginning, this is a virus with an envelope. Lipid bilayer membrane ആണ് ഉള്ളതെന്ന്. ഇതിനകത്ത് RNAയും ന്യൂക്ലിക് ആസിഡും ഒക്കെ ഉണ്ട്. And when we talk about the envelope proteins, there is a protein called glycoprotein 41. Glycoprotein 41. It's a transmembrane protein. Why is it called a transmembrane protein? കാരണം ഇതിന്റെ പകുതി അകത്തും inside the virus, and the പകുതി പുറത്തുമായിട്ടാണ് കിടക്കുന്നത്. outside of the virus ആണ് കിടക്കുന്നത്. So this is glycoprotein 41. ഇനി വേറൊരു പ്രോട്ടീനും കൂടെ ഇതിന് പുറമേ ആയിട്ട് കാണും, and this is GP120, glycoprotein 120. So remember the names, glycoprotein 41 and glycoprotein 120. ഈ ഗ്ലൈക്കോപ്രോട്ടീൻ 120 ആണ് പ്രൈമറി ഡോക്കിംഗ് പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നത്. എൻട്രിക്ക് ആദ്യമായിട്ട് സഹായിക്കുന്നത് ഈ പ്രോട്ടീൻ ആയിരിക്കും. ആൻഡ് GP41 പ്ലസ് GP120 ഇതൊരു കോംപ്ലക്സ് ആയിട്ടും പറയുന്നുണ്ട്. GP160 കോംപ്ലക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇനി the next question is, what kind of cells would be infected by HIV virus? അതാണ് സാധാരണ ഗതിയിൽ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. So is it affect all the tissues or it's going to affect all the cells in your body? No. I'm going to talk about human cells now. Human cells, ചില human cells
let me be very specific. Immune cells, അതായത് macrophages, monocytes, microglia, dendritic cells, T helper cells. ഈ സെൽസിൻ്റെയൊക്കെ മുകളിലായിട്ട് there is a particular kind of receptor. Okay, there might be many different types of receptor on top of these cells. എനിക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ HIV അകത്ത് കയറാനായിട്ട് ആവശ്യമുള്ള റിസപ്റ്ററിനെ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ സെല്ലുകളുടെയൊക്കെ മുകളിൽ ഒരു CD4 എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. CD4 ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ 4. അപ്പം പ്രൈമറി അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത് HIV വൈറസിന് നമ്മുടെ ശരീരത്തിനകത്തുള്ള സെല്ലിനകത്തേക്ക് കയറാനായിട്ട്, അതായത് CD4+ സെല്ലുകൾക്കകത്തേക്ക് കയറാനായിട്ട് ഈ എൻട്രി ഫാക്ടേഴ്സ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നത് GP120യും CD4ഉം തമ്മിലായിരിക്കും പ്രൈമറി ഇൻട്രാക്ഷൻ നടക്കുന്നത്. So it's kind of, they sense the pattern. GP120 അങ്ങനെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും, CD4ന്റെ പാറ്റേൺസ്. എന്നിട്ട് GP120, the primary attachment is between GP120 and CD4. And remember one thing, GP120 is found on the top of the virus and CD4 is found on the top of our cells. അത് ഓർത്തിരിക്കണം. ഈ പ്രൈമറി അറ്റാച്ച്മെൻറ്റ് നടന്നു കഴിയുമ്പോഴേക്കും ചെറിയ ചില കൺഫർമേഷണൽ ചേഞ്ചസ് ഒക്കെ GP120 വരും. ആൻഡ് ഈ പ്രൈമറി അറ്റാച്ച്മെൻറ്റ് മാത്രം പോരാ ഫ്യൂഷൻ നടക്കാനായിട്ട്. കാരണം ഫ്യൂഷൻ നടന്നാൽ മാത്രമേ രണ്ട് സെൽ മെമ്പറേനും ഒന്നാകുകയും വൈറസിൻ്റെ ശരീരത്തിനുള്ള RNA നമ്മുടെ സെല്ലിനകത്തേക്ക് കയറുകയും ചെയ്യത്തുള്ളൂ. പക്ഷേ പ്രൈമറി അറ്റാച്ച്മെൻറ്റ് നടക്കണം. പക്ഷേ വേറൊരു കാര്യം കൂടെ നടക്കണം. That's called the secondary attachment. The secondary attachment usually happens with the chemokine co-receptors. ഇപ്പം ചില വൈറസ്, ചില സ്ട്രെയിൻസ് ഓഫ് വൈറസസ് CCR5 എന്ന കോറിസെപ്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡറി അറ്റാച്ച്മെൻറ്റ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ മാക്രോഫേജസിൻ്റെയൊക്കെ മുകളിൽ ഈ CCR5 എന്ന് പറഞ്ഞ കോറിസെപ്റ്ററാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ റിമെമ്പർ ദിസ്, വൈറസുകളെല്ലാം ഒരുപോലെയല്ല. പ്രൈമറി അറ്റാച്ച്മെൻറ്റ് ഇസ് ഓൾവേസ് ബിറ്റ്വീൻ GP120 ആൻഡ് CD4. ചില വൈറസുകൾ, ചില സ്ട്രെയിൻസ് ഓഫ് വൈറസുകൾ CCR5 എന്ന കോറിസെപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് സെല്ലുകൾക്കകത്തേക്ക് കയറുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെല്ലുകൾക്കും CCR5 എന്ന കോറിസെപ്റ്റർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ തന്നത്. മാക്രോഫേജസ് എന്ന സെല്ലിന് മുകളിൽ CCR5 എന്ന കോറിസെപ്റ്റർ ഉണ്ട്. അപ്പം I'm going to divide the virus into 3 categories here. CCR5 ട്രോപ്പിക് വൈറസ് ഉണ്ട്, CXCR4 ട്രോപ്പിക് വൈറസ് ഉണ്ട്, ഡ്യുവൽ ട്രോപ്പിക് വൈറസ് ഉണ്ട്. അപ്പോൾ CCR5 ട്രോപ്പിക് വൈറസ് ആണെങ്കിൽ മാക്രോഫേജസ് പോലത്തെ സെല്ലുകളെ അറ്റാക്ക് ചെയ്യും. ഇനിയും I have got under the different type of virus, CXCR4 tropic virus. Let's say T helper cell. T helper cell മുകളിൽ of course there is CD4. അതുപോലെ തന്നെ വേറൊരു കോറിസെപ്റ്റർ ഉണ്ട്, CXCR4. അപ്പോൾ CXCR4 ട്രോപ്പിക് വൈറസ് ആണെങ്കിൽ മാത്രമേ T സെല്ലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇൻ ദി ലിറ്ററേച്ചർ സ്റ്റഡീസിലൊക്കെ പറയുന്നത് വൈറസുകൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കയറുമ്പം ഇത് CCR5 ട്രോപ്പിക് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ഇത് CXCR4നെയും അറ്റാക്ക് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ബിക്കംസ് ഡ്യുവൽ ട്രോപ്പിക്. ഡ്യുവൽ ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ CCR5 കോറിസെപ്റ്ററിനെയും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റും, CXCR4 കോറിസെപ്റ്ററിനെയും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽസും നമ്മളിപ്പോൾ എഴുതിയ T ഹെൽപ്പർ സെൽസും മാക്രോഫേജസും മോണോസൈറ്റ്സും ഡെൻഡ്രോയിറ്റിക് സെൽസും മൈക്രോഗ്ലൈ, അങ്ങനെ എല്ലാ ടൈപ്പോ ഈ CD4 പ്ലസ് ഉള്ള എല്ലാ ഇമ്മ്യൂൺ സെൽസിനെയും ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ GP120 ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി അറ്റാച്ച്മെൻറ്റ്. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഫ്യൂഷനാണ്. ഫ്യൂഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓൺവെലപ്പ് പ്രോട്ടീൻ്റെ പേര് GP41 എന്നാണ്. See this one. System fusion. So what exactly do you mean by fusion? Fusion എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെൽ മെമ്പറേനും കൂടി ഒന്നാവുന്നു. So this membrane
and this membrane becomes one. And the essence of this is, the primary idea behind this is, ഈ വൈറസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ, അതായത് RNA നമ്മുടെ സെല്ലിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ന്യൂക്ലിയർ ക്യാപ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻഡ് സെവറൽ പ്രോട്ടീൻസ് ആർ ഗെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു അവർ സെൽ. അപ്പോൾ ഇത് കയറി കഴിഞ്ഞിട്ട് RNA കൺവേർഷൻസ് ഒക്കെ നടക്കും. RNA ആദ്യം DNA ആകും, പിന്നെ DNA ഹോസ്റ്റ് സെൽ DNA ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യും, ബഡ്ഡിങ് നടക്കും, പ്രോട്ടിയേസ് ആക്ട് ചെയ്യും, ആൻഡ് ഓൾ ദോസ് സ്റ്റെപ്സ് വിൽ ബി ലേൺഡ് വിത്ത് ദ ഡ്രഗ്സ്. നമ്മൾ എൻട്രിയെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് എൻട്രി നടക്കുന്നത്. ഫ്യൂഷൻ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി വി ആർ ഗോണ സീ ദ ഡ്രഗ്സ് that acts up to this point, entry inhibitors. The drugs are named entry inhibitors. ഇതിനകത്ത് 4 ഡ്രഗ്സ് വരും. ആ ഡ്രഗ്സിൻ്റെ ഓരോന്നിനും മെക്കാനിസത്തിൽ വ്യത്യാസങ്ങൾ കാണും, ഫാർമക്കോകിനറ്റിക്സിലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനിലും ഒക്കെ വ്യത്യാസങ്ങൾ കാണും. ആൻഡ് വി ഗോണ സീ ദാറ്റ് ഇൻ എ മിനിറ്റ്. ഇനി ഫാർമക്കോളജി പഠിക്കുമ്പോൾ ഇതുപോലുള്ള എക്സാംസിന് വേണ്ടി ഇറ്റ് കുഡ് ബി കാനഡയുടെ PEBC ഇവാലുവേറ്റിംഗ് എക്സാം ആണെങ്കിലും, അല്ലെങ്കിൽ FPGEE ആണെങ്കിലും, OPRA ആണെങ്കിലും, PSI ആണെങ്കിലും, ഇതുപോലത്തെ എക്സാംസിന് വേണ്ടി ഫാർമക്കോളജി പഠിക്കുമ്പോഴേക്കും യൂസ് എ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. Lippincott അല്ലെങ്കിൽ Katzung Katzung Trevor പോലത്തെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുക. ഇതിൽ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു ലിപ്പിൻകോട്ടോ അല്ലെങ്കിൽ സത്തോഷ്കറോ ഒക്കെ ആയിരിക്കും. ആൻഡ് ലിപ്പിൻകോട്ട് ഇസ് ഇനഫ്. ലിപ്പിൻകോട്ടിൻ്റെ ഇൻ്റർനാഷണൽ എഡിഷനോ ലിപ്പിൻകോട്ടിൻ്റെ സൗത്ത് ഏഷ്യൻ എഡിഷനോ യൂസ് ചെയ്ത് പഠിക്കാം. ഇനി OPRA എക്സാമിൻ്റെ ആണെങ്കിൽ വി മൈ ബി ലെക്ചർ നോട്ട്സ് ചിലപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ മെഡിസിൻ ഹാൻഡ് ബുക്കിൽ ഏതെങ്കിലും ന്യൂ ഡ്രഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷനും കൂടെ തരുന്നതാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എൻട്രി ഇൻഹിബിറ്റേഴ്സ് നൗ. And I'm going to use Lippincott Illustrated Reviews of Pharmacology. First drug, Fostemsavir. എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴേക്കും, അതായത് ഇന്റർനാഷണൽ എല്ലാ ഫാർമസി കോമ്പറ്റേറ്റീവ് മെഡിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുമ്പോഴേക്കും ദ പ്രോഡ്രഗ് കോൺസെപ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ്, മിക്ക ഡ്രഗ്സും ആക്റ്റീവ് ഡ്രഗ്സ് ആയിരിക്കും. ആ ഡ്രഗിനൊരു ആക്ടിവിറ്റി കാണും, ആക്റ്റീവ് മൊയിറ്റി ആയിരിക്കും നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. ബട്ട് സം ഓഫ് ദ ഡ്രഗ്സ് ആർ പ്രോഡ്രഗ്സ്. പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണ്, അത് ബോഡിയിൽ ചെന്നിട്ടായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്, ആക്റ്റീവ് ആകുന്നത്. ഫോസ്റ്റെംസാവിർ ഇസ് എ പ്രോഡ്രഗ്. ഫോസ്റ്റെംസാവിൻ്റെ ആക്റ്റീവ് മൊയിറ്റിയുടെ പേര് അത് ഈ പേരുകൾ തന്നെയുണ്ട്, ഡ്രഗ് നെയിമിൽ തന്നെയുണ്ട്, സ്റ്റെംസാവിർ എന്നാണ്. ദിസ് ഇസ് ദ ആക്റ്റീവ് ഡ്രഗ്, അല്ലെങ്കിൽ ആക്റ്റീവ് മൊയിറ്റി എന്ന് പറയാം. ഫോസ്റ്റെംസാവിർ ബോഡിയിൽ കയറുന്നു, ഹൈഡ്രോളൈസ് ചെയ്യുന്നു, ഫോസ്റ്റെംസാവിർ ടെൻസാവിർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് ദ എക്സാക്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഫോസ്റ്റെംസാവിർ? Fostersaver binds to HIV envelope glycoprotein 120. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഗൈക്കോപ്രോട്ടീൻ 120 ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഗൈക്കോപ്രോട്ടീൻ 120 പ്രൈമറി അറ്റാച്ച്മെൻറ്റിനും കീമോകൈൻ കോറിസെപ്റ്റർ അറ്റാച്ച്മെൻറ്റിനും എസെൻഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ്റെ അറ്റാച്ച്മെൻറ്റ് നടക്കാതെ ഫ്യൂഷൻ ഒരിക്കലും പോസിബിൾ അല്ല. പ്രൈമറി അറ്റാച്ച്മെൻറ്റും സെക്കൻഡറി അറ്റാച്ച്മെൻറ്റും GP120 കാരണമാണ് നടക്കുന്നത്. സോ ദിസ് വൺ ഫോസ്റ്റെംസാവിർ ബൈൻഡ്സ് ടു HIV envelope glycoprotein 120 എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോപ്രോട്ടീൻ 120യുടെ ഫർദർ ആക്ഷൻസ് അവിടെ നടക്കുന്നില്ല. ഡ്രഗ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻ 120യിൽ കൺഫർമേഷണൽ ചേഞ്ചസ് നടക്കത്തില്ല. ഗ്ലൈക്കോപ്രോട്ടീൻ 120 മൂലമുള്ള എൻട്രി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് നടക്കില്ല. ഓക്കെ, ഇനി so that's why it's called an entry inhibitor. Primary attachment നടക്കില്ല, secondary attachment നടക്കില്ല, further entry നടക്കത്തില്ല. That's why it's called an entry inhibitor. ഇനി ഇത് ആരിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ പ്രൈമറി മെഡിക്കേഷൻ. അതായത് ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു മെഡിക്കേഷൻ അല്ല ഇത്. നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെസ്പൈറ്റ് ഓൺ ഗോയിങ് വൈറൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയും. ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് കുറേ നാളുകളായിട്ട് നമ്മൾ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് പരീക്ഷിച്ച് നോക്കി. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും സെക്കൻഡ് ലൈൻ ഡ്രഗ്സും പിന്നെ ഈ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി, വി കോൾ ഇറ്റ് ഹൈലി ആക്റ്റീവ് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി, അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയും. ഹൈലി ആക്റ്റീവ് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി ഈസ് അബ്രിവേറ്റഡ് ആസ് HAART, HAART.
വേറെ കാർട്ട് എന്ന് പറയും, CART, കോമ്പിനേഷൻ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി എന്ന് പറയും. ഈ കോമ്പിനേഷൻ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പിയൊക്കെ പോയിട്ടും ട്രീറ്റ്മെൻറ്റ് ഇത്രയും പോയിട്ടും വൈറൽ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ CD4 കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ മാത്രമേ നമ്മൾ ഈ ഡ്രഗ് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പേഷ്യൻസിനെ ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുവാണ്. ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് പേഷ്യൻസും ട്രീറ്റ്മെൻറ്റ് നൈഫ് പേഷ്യൻസും. ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത പേഷ്യൻസ്. Treatment naive patients, it's very much new to the treatment. So this drug is actually given for heavily treatment experienced patients who still have ongoing viral replication despite of antiviral therapy. അങ്ങനെയുള്ളവരിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇനി the drug is dosed orally twice daily. So oral BD for treatment experienced heavily treatment experienced patients. ഇതൊരു CYP450 substrate ആണ്. Now, what is the meaning of that? You might have studied general pharmacology and regarding CYP450 drug interactions from many different chapters. ലിവറിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് പലപ്പോഴും മെറ്റബലൈസ് ചെയ്യുന്നത് ഈ CYP450 സിസ്റ്റം വഴിയായിരിക്കും. CYP450 ഫാമിലിയിൽ ഒരുപാട് ഐസോ എൻസൈംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ CYP2C19, 2C9. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് 3F4, 2B6, 2D6. അപ്പോൾ ഇത് CYP450 സബ്സ്ട്രേറ്റ് ആയതുകൊണ്ട് HIV ബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് വേറെ അസുഖങ്ങളും കാണും, കോമോബിഡിറ്റീസ് കാണും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് കാണും. അപ്പോൾ അതിനൊക്കെ മരുന്ന് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ മരുന്നുകളും ഫോസ്റ്റൻസാവറും കൂടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം വെദർ ദർ ഇസ് എനി പോസിബിലിറ്റി ഓഫ് ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ CYP450 ഇൻഡ്യൂസേഴ്സ് ഉണ്ടോ, ഇൻഹിബിറ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ഇൻഡ്യൂസേഴ്സും ഇൻഹിബിറ്റേഴ്സും ഈ ഡ്രഗിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാം. ഈ ഡ്രഗിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു ടോക്സിസിറ്റി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഫെയിലിയർ. ഇനി ഇതിൻ്റെ ദ മോസ്റ്റ് കോമൺ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം GI ഡിസ്ട്രസ് അല്ലെങ്കിൽ നൗസിയ ആണ്. And the next entry inhibitors is ibalcimab. Let's talk about this drug. Ibalcimab. So all these maps are monoclonal antibodies. What does it basically do? It binds to domain 2 of CD4. Binds to an epitope on the domain 2 of the CD4 receptor, inducing conformational change. GP120 ഡ്രഗ്സ് ബൈൻഡ് ചെയ്താലും CD4 ഡ്രഗ്സ് ബൈൻഡ് ചെയ്താലും GP120യും CD4ഉം തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കില്ല. കാരണം ദ പ്രൈമറി അറ്റാച്ച്മെന്റ് ഇസ് ബിറ്റ്വീൻ GP120 ആൻഡ് CD4. അതുകൊണ്ട് ഈ CD4 റിസപ്റ്ററിൽ പ്രൈമറി ആയിട്ട് രണ്ട് ഡൊമൈൻസ് ഉണ്ട്. ഡൊമൈൻ 1 ഉണ്ട്, ഡൊമൈൻ 2 ഉണ്ട്. ഇത് CD4 റിസപ്റ്ററിൻ്റെ ഡൊമൈൻ 2ൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. കൺഫർമേഷണൽ ചേഞ്ച് നടക്കാൻ സമ്മതിക്കുന്നില്ല. GP120 ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ എക്സാമിന് യു ഡു നോട്ട് ഹാവ് ടു ബി കൺഫ്യൂസ്ഡ്. ibalcimab CD4ലാണ് ബൈൻഡ് ചെയ്യുന്നതെന്നോ നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രഗ് ഫോസ്റ്റൻസാവർ GP120ലാണ് ബൈൻഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. So there is no interaction between GP120 and CD4 now. ഇനി ഇതും അങ്ങനെ ജനറലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നൈവായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഡ്രഗോ അല്ല. ഇതും ഹെവിലി ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കാണിക്കുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടും വൈറൽ RNAയുടെ കൗണ്ട് കൂടുന്നു, CD4ൻ്റെ കൗണ്ട് കുറയുന്നു പ്രെസിപ്പിറ്റസ്ലി, അങ്ങനെയുള്ള ആൾക്കാരിൽ മാത്രമേ നമ്മളത് കൊടുക്കാറുള്ളൂ. ആൻഡ് ആദ്യം പഠിച്ച ഡ്രഗ് ഫോസ്റ്റൻസാവർ ഓറലായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ദിസ് വൺ ഇസ് ഗിവൻ ആസ് എൻ IV ഇൻഫ്യൂഷൻ. Ibalcimab is given as an IV infusion. Okay. And fortnightly, 14 ദിവസം കൂടുമ്പോഴേക്കും, 2 ആഴ്ച കൂടുമ്പോൾ, every 14 days ആണ് ഇൻഫ്യൂഷൻ കൊടുക്കുന്നത്. And the most commonly reported adverse effect is diarrhea with it. So IV infusion every 14 days. These are the key points.
Diarrhea. Diarrhea, that's the most common adverse effect. ഇനിയും കുറെ നാളുകളായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് മറവ്. Third entry inhibitor, Marvarog. See, this one actually binds to CCR5 co-receptor. So we call it CCR5 blocker. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ, വൈറൽ ട്രോപ്പിസം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മറവറോക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ചില വൈറസ് എൻറ്റർ ചെയ്യുന്നത് CXCR4 എന്ന കോറിസെപ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ CXCR4 എന്ന് പറഞ്ഞ കോറിസെപ്റ്റർ യൂസ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുന്ന വൈറസിന് CCR5 ബ്ലോക്കർ കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ ഡ്യുവൽ ട്രോപ്പിക് ആയിട്ടുള്ള വൈറസിനും ഇത് കൊടുത്തിട്ട് കാര്യമില്ല. സോ CCR5 ട്രോപ്പിക് വൈറസിന് മാത്രമേ CCR5 ബ്ലോക്കർ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനം നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മറവറോക്ക് വൈറൽ ട്രോപ്പിസം ടെസ്റ്റ് ചെയ്ത് CCR5 ട്രോപ്പിക് വൈറസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി and it's given orally. Metabolism CYP3A4. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്, കാരണം നമ്മൾ CYP3A4 ഇൻഹിബിറ്റേഴ്സ്. So let me have some examples. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒരു പാഠത്തിൽ നിന്ന് തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല CYP3A4 ഇൻഹിബിറ്റേഴ്സ്. നമ്മൾ പല പാഠങ്ങൾ പഠിച്ച് വരുമ്പോഴായിരിക്കും we gonna notice all the CYP3A4 ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡ്യൂസേഴ്സ്, അങ്ങനെ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. CYP3A4 inhibitors, for example, protease. ഈ പാഠത്തിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡ്രഗാണ്, ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് protease ഇൻഹിബിറ്റേഴ്സ്. അത് CYP3A4 ഇൻഹിബിറ്റേഴ്സ് ആണ്. പിന്നെ സർട്ടൻ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റിമൈക്രോബിയൽസ്, ചില ആൻറ്റി ഫംഗൽസ്, ഇതൊക്കെ CYP3A4 ഇൻഹിബിറ്റേഴ്സ് ആണ്. ചില ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് CYP450 സിസ്റ്റം ഇൻഹിബിറ്റ് ചെയ്യും. സോ വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് CYP3A4 ഇൻഹിബിറ്റേഴ്സ്. പിന്നെ ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ കൊടുത്താൽ, മറവറോക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? ടോക്സിസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മറവറോക്കിൻ്റെ മെറ്റബോളിസം CYP3A4 ഇൻഹിബിറ്റേഴ്സ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യും. ടോക്സിസിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മറവറോക്കിൻ്റെ കൂടെ CYP3A4 ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുവാണെങ്കിൽ മറവറോക്കിൻ്റെ ഡോസ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇനി ഓൺ ദ അതർ ഹാൻഡ് CYP3A4 ഇൻഡ്യൂസേഴ്സ്, CYP3A4 ഇൻഡ്യൂസേഴ്സിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ മറവറോക്കിൻ്റെ തെറാപ്പറ്റിക് ഫെയിലിയർ വരാനാണ് ചാൻസസ് കൂടുതൽ. മറവറോക്കിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറയാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഇവിടെ നമ്മൾ മറവറോക്കിൻ്റെ ഡോസ് കൂട്ടേണ്ടതായിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എഫോവൈറൻസ് അല്ലെങ്കിൽ ട്രവറിൻ പോലത്തെ ഡ്രഗ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫിനൈറ്റോയിൻ, റിഫാംപസിൻ പോലത്തെ ഡ്രഗ്സോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് ജനറലി വെൽ ടോളറേറ്റഡ്. പ്രത്യക്ഷത്തിൽ നമ്മൾ വലിയ അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ ഹെപ്പാറ്റോക്സിറ്റി ഒരു കൺസേൺ ആണ് മറവറോക്കിൻ്റെ. ആൻഡ് ഹെപ്പാറ്റോക്സിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കിനും സാധാരണഗതിയിൽ ഒരാൾക്ക് ജോണ്ടിസ് അല്ലെങ്കിൽ ഹെപ്പാറ്റോക്സിറ്റി വരുമ്പോഴേക്കിനും വോമിറ്റിങ്ങും GI ഡിസ്ട്രസ്സും ഒക്കെ കാണിക്കും, ഭയങ്കര ക്ഷീണം കാണിക്കും, യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഒക്കെ കാണിക്കും. അത് ഈ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ജോണ്ടിസ് വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ബോഡിയിൽ. ഈ ഡ്രഗ് നമ്മൾ കൊടുക്കുമ്പോഴേക്കിനും വി നീഡ് ടു കൗൺസിൽ പേഷ്യൻസ് ഓൺ ദിസ്. അപ്പോൾ ഡയറക്റ്റായിട്ട് അവരോട് ഇപ്പം ലിവർ പോകുമെന്ന് പറയുന്ന അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ എങ്കിലും ഹെപ്പാറ്റോക്സിറ്റി എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് ടു കം ബാക്ക് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഹെപ്പാറ്റോക്സിറ്റി ഉണ്ടാകുന്നതിന് മുൻപ് സാധാരണഗതിയിൽ ആൾക്കാർക്ക് പനിക്കുകയും റാഷസ് ശരീരത്തിൽ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്, ഫീവർ ആൻഡ് റാഷസ്. അപ്പോൾ പറയണം ആൾക്കാരോട്, ഫീവർ കൂടുകയാണെങ്കിൽ വരണം, അല്ലെങ്കിൽ ശരീരത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള റാഷസ് ഒക്കെ കാണുവാണെങ്കിൽ യു ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി കം ബാക്ക് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കൊടുക്കണം. ആൻഡ് ദ ലാസ്റ്റ് ഇൻട്രി ഇൻഹിബിറ്റർ ഈസ് എൻഫ്യൂവൽടൈഡ്. See, this is a fusion inhibitor. And fusion is possible through GP41. This glycoprotein, GP41, is responsible for fusion. അപ്പം എൻഫ്യൂവൽടൈഡ് ബാധിക്കുന്നത് ആക്ച്വലി GP41ൻ്റെ ആക്ഷനെ ആയിരിക്കും. ഈ GP41 കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകാൻ സമ്മതിക്കത്തില്ല. GP41 2
സെൽ മെംബ്രെയിനും തമ്മിൽ പുള്ള് ചെയ്ത് ഒന്നാക്കാനൊന്നും ഈ ഡ്രഗ് അനുവദിക്കില്ല. ഇനി ഇറ്റ് ഈസ് എ പോളിപെപ്റ്റൈഡ്. സാധാരണഗതിയിൽ നമ്മൾ ഈ പോളിപെപ്റ്റൈഡ്സ് ഓറലി കൊടുക്കാറില്ല, ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് ഈസിലി ഡിസ്ട്രോയിഡ് ബൈ ദ ഹൈഡ്രോക്ലോറിക് ആസിഡ് എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പോൾ നമ്മളിവിടെ പോളിപെപ്റ്റൈഡ്സ് ആയതുകൊണ്ട് ഇത് കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ ആയിട്ടാണ്, സബ്ക്യൂ. സബ്ക്യൂട്ടനസ്ലാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് this can be given with other drugs. A combination antiretroviral therapy കൊടുക്കാം, ആൻഡ് treatment experienced patients മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത്, not in treatment naive patients. അഡ്വേഴ്സ് എഫക്ട്സ് പൊതുവെ ഇഞ്ചക്ഷൻ റിലേറ്റഡ് ആയിരിക്കും. ഇഞ്ചക്ട് ചെയ്ത ഭാഗത്ത് വേദന വരിക, അല്ലെങ്കിൽ തടുപ്പ് വരിക, നൊഡ്യൂൾസ് വരിക, ഇൻഡ്യൂറേഷൻ, തടിച്ചു പൊങ്ങി വരിക, ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ്. പിന്നെ ഇത് യൂഷ്വലി പൗഡറായിട്ടായിരിക്കും വരുന്നത്. അപ്പം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇഞ്ചക്ഷന് മുൻപായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന് മുൻപായിട്ട്. നമ്മൾ ലിക്വിഡ് ആക്കിയിട്ട് മാത്രമല്ല നമുക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആൻഡ് വി ഫിനിഷ്ഡ് എൻട്രി ഇൻഹിബിറ്റേഴ്സ്. ഉള്ളത് ഒറ്റ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് ഇതുവരെ തീർത്തത്, എൻട്രി ഇൻഹിബിറ്റേഴ്സ്. 4 എൻട്രി ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു. അതിൽ 2 എണ്ണം ഓറലിയാണ് കൊടുക്കുന്നത്, 2 എണ്ണം ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. പാരൻട്രലി ഒരെണ്ണം IV ഇൻഫ്യൂഷൻ, ഒരെണ്ണം സബ്ക്യൂട്ടേനിയസ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ക്ലാസിഫിക്കേഷൻ തൊട്ട് മെക്കാനിസം, ഫാർമക്കോകൈനറ്റിക്സ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, കൗൺസിലിംഗ് പോയിന്റ്സ് യൂഷ്വലി ഫാർമക്കോതെറാപ്യൂട്ടിക്സിലാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ക്ലിനിക്കൽ സയൻസസോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഒരുപാട് ക്വസ്റ്റ്യൻസോ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ ഒക്കെ വരുമ്പോഴേക്കും ഇത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പാത്തോജനസിസിൽ പഠിച്ചത് എൻട്രി വരെയാണ്, അത് കഴിഞ്ഞിട്ട് പഠിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് വിൽ ടേക്ക് എ ലുക്ക് അറ്റ് അതർ ഡ്രഗ്സ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, HIV വൈറസ് RNA വൈറസ് ആണെന്ന്. ബേസിക് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ DNA സ്ട്രാൻഡിൽ നിന്ന് RNA ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഹിയർ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇത് തലതിരിഞ്ഞൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. HIV വൈറസ് ഈ RNA സൂക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ന്യൂക്ലിയോ ക്യാപ്സിഡാണ്, ഇക്കസോഹീഡ്രലാണ്. 20 സൈറ്റ്സ് ഉണ്ട് ആ ന്യൂക്ലിയോ ക്യാപ്സിഡിന്. ലെസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം. പക്ഷേ HIV വൈറസ് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഈ RNA ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ RNA സ്ട്രാൻഡിൽ നിന്ന് DNA സ്ട്രാൻഡ് ആദ്യം ഉണ്ടാകണം. അപ്പോൾ RNA സ്ട്രാൻഡിൽ നിന്ന് DNA സ്ട്രാൻഡ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോസിബിൾ ആക്കാനുള്ള എൻസൈം എവിടെ നിന്നാണ് കിട്ടുന്നത്? The virus carries it. Virus carries 3 different types of enzyme: reverse transcriptase, integrase and protease enzyme. ഇത് മൂന്നുമാണ് മെയിൻ എൻസൈംസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് അഥവാ RNA ഡിപ്പെൻഡ്, കാരണം നമ്മൾ RNA ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് DNA ഉണ്ടാക്കുവാണ്. ആൻഡ് ദിസ് എൻസൈം ഈസ് ഓൾസോ കോൾഡ് RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. അപ്പോൾ ഇവിടെ ഈ RNAയിൽ നിന്ന് DNA ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു RNA DNA ഹൈബ്രിഡ് ഉണ്ടാകും. എന്നിട്ട് അതിനകത്ത് നിന്ന് RNA കട്ട് ചെയ്ത് കളയുന്നത് RNase H എന്ന് പറഞ്ഞൊരു എൻസൈം, RNase H എന്ന് പറയുന്നത് എൻസൈം ആക്ടിവിറ്റി മൂലമായിരിക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദ ഫാർമക്കോളജി. ഫാർമക്കോളജിയിൽ RNA വൈറസ് DNA ആക്കുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം, ഓർ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. വി ഹാവ് ഡ്രഗ്സ് ആക്ടിങ് ഹിയർ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതും പഠിക്കണം, ഇവിടെ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ദിസ് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ റീഡിങ് RNA സ്ട്രാൻഡ്, റീഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു DNA സ്ട്രാൻഡ് ഉണ്ടാക്കും. അപ്പോൾ DNA സ്ട്രാൻഡിനെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും അതിൻ്റെ ബേസിക് ഫംഗ്ഷണൽ യൂണിറ്റ്സ് എന്താണ്? ന്യൂക്ലിയോടൈഡ് ബേസസ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, ഒരു ഷുഗർ കാണും,
ഒരു നൈട്രോജനസ് ബേസ് കാണും. സോ നൈട്രോജനസ് ബേസസ് ആർ പ്യൂരിൻസ് ഓർ പിരമിഡിൻസ്. സോ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ യൂണിറ്റ്, ഒരു നൈട്രോജനസ് ബേസസ്. ഇതാണ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വി ഹാവ് 2 കാറ്റഗറീസ് അല്ലെങ്കിൽ സബ്സെക്ഷൻസ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്. ന്യൂക്ലിയോസൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. And we call them NRTIs. And we have non-nucleoside reverse transcriptase inhibitors. And they are also known as NNRTI. അപ്പോൾ ഈ രണ്ട് ഡ്രഗ്സിൻ്റെ മെക്കാനിസം സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. രണ്ട് ഡ്രഗ്സും രണ്ട് ക്ലാസസ് ഓഫ് ഡ്രഗ്സും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് വൺ ഫസ്റ്റ്. എങ്ങനെയാണ് ഈ RNA ചെയിനിൽ നിന്ന് DNA ചെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്? ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ഹോൾ പ്രോസസ്, പക്ഷേ ടു റിമെമ്പർ ദസ്. അപ്പം DNA RNAയുടെ ഒരു ബ്ലോക്ക് റീഡ് ചെയ്തു, അതിനനുസരിച്ചിട്ടുള്ള DNA സ്ട്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, ഷുഗർ കാണും, നൈട്രോജനസ് ബേസ് കാണും. എന്നിട്ട് അടുത്ത ന്യൂക്ലിയോടൈഡ് വരും. അടുത്ത ന്യൂക്ലിയോടൈഡിനകത്ത് ഇതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഷുഗർ ഉണ്ട്, നൈട്രോജനസ് ബേസ് ഉണ്ട്. അടുത്ത അപ്പോൾ ഇതിൻ്റെ 3' എൻഡ്, ഇതിൻ്റെ 5' എൻഡ് ആണ്. ആൻഡ് അടുത്ത വരുന്ന അപ്കമിങ് ന്യൂക്ലിയോടൈഡിനും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രോജനസ് ബേസ് ഉണ്ട്. വീണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ, നൈട്രോജനസ് ബേസ്. നൈട്രോജനസ് ബേസ് കുഡ് ബി അഡെനിൻ അല്ലെങ്കിൽ ഗുവാനിൻ അല്ലെങ്കിൽ സൈറ്റോസിൻ അല്ലെങ്കിൽ തൈമിഡിൻ, ഏതെങ്കിലും പ്യൂരിനോ പിരമിഡിനോ ആയിരിക്കും. ഇനി ഈ and I'm going to see here is a 3' and here is the 5' and here is 3' and 5' and ഇങ്ങനെയായിരിക്കും DNA chain elongation നടക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് ലൈക്ക് ദ ബോഗീസ് ഓഫ് എ ട്രെയിൻ. ഒരു ട്രെയിനിൻ്റെ ബോഗിയാണെന്ന് വിചാരിക്കുക. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഷുഗർ നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് ഒരു ബോഗി, അടുത്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഷുഗർ നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് അടുത്ത ബോഗി, അടുത്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഷുഗർ നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് അടുത്ത ബോഗി. അപ്പോൾ ഈ ബോഗി നമ്മൾ ഇന്റർകണക്ട് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് DNA chain elongation നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഇന്റർകണക്ഷൻ ഇസ് ഓൺലി പോസിബിൾ ഈ 3' എൻഡിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഈ 3' എൻഡിനെയും അടുത്ത ന്യൂക്ലിയോടൈഡ് ബേസിൻ്റെ 5' എൻഡിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ കണക്ഷന് നമ്മൾ അല്ലെങ്കിൽ ഈ ബോണ്ടിന് നമ്മൾ 3' 5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇവിടെയും OH ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രോക്സിൽ ടെയിൽ എന്ന് പറയാം. 3' 5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഉണ്ട്. ഇവിടെയും കണക്ഷനുണ്ട്, 3' 5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നു. നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്, അതായത് ആദ്യത്തെ ക്ലാസ് ഓഫ് ഡ്രഗ് ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഈ നൈട്രോജനസ് ബേസ് അനലോഗ്സ് ആയിരിക്കും. ഒന്നെങ്കിൽ തൈമിഡിൻ അനലോഗ് അല്ലെങ്കിൽ സൈറ്റോസിൻ അനലോഗ് ഒക്കെ ആയിരിക്കും. ഇത് ബോഡിയിൽ ചെന്ന് കഴിഞ്ഞ് ഡ്രഗ്സ് ബോഡിയിൽ ചെന്ന് കഴിഞ്ഞ് ഫോസ്ഫോറിലേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ന്യൂക്ലിയോടൈഡിനെ മിമിക്ക് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡ്രഗ് NRTIs ഈ ന്യൂക്ലിയോടൈഡ് ബേസിനെ മിമിക്ക് ചെയ്യുന്നു. സോ ഞാനൊരു ഡ്രഗ് ഇതുപോലെ തന്നെ ഒരു ഡ്രഗ് വരയ്ക്കാനായിട്ട് പോവാണ്. ഡ്രഗ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞിട്ട് ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഡ്രഗിന്, ഷുഗർ ഉണ്ട്, നൈട്രോജനസ് ബേസും ഉണ്ട്. അപ്പോൾ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം എന്ത് ചെയ്യും? DNA ചെയിൻ എലിമിനേഷൻ നടക്കുമ്പോൾ ഡ്രഗ് ആണോ അത് ഒറിജിനൽ ന്യൂക്ലിയോടൈഡ് ആണോ എന്ന് അറിയാൻ പറ്റാതെ ഡ്രഗിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഗ്രോയിങ് DNA ചെയിനിലേക്ക്. അപ്പം ഡ്രഗ് ഇവിടെ കയറിയിരിക്കും. പക്ഷേ ഡ്രഗിന് ഒരു കമ്പോണൻ്റ് ഇല്ല. ഈ 3' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഡ്രഗിനില്ല. അപ്പോൾ ഡ്രഗിന് ഫോസ്ഫേറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, നൈട്രോജനസ് ബേസ് ഉള്ളത് കൊണ്ട് ഗ്രോയിങ് DNA ചെയിനിലേക്ക് കയറിയിരിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഡ്രഗിന് എന്തില്ല? ഈ ഡ്രഗിന് OH ഗ്രൂപ്പ് ഇല്ല 3' എൻഡിൽ. 3' എൻഡിൽ OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്കമിങ് ന്യൂക്ലിയോടൈഡ് ആയിട്ട് അറ്റാച്ച്മെൻറ്റ് നടത്തത്തുള്ളൂ. അപ്പോൾ ഈ ഡ്രഗ്സ് നമ്മൾ കൊടുക്കുമ്പം സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? DNA ചെയിൻ ഇലോങ്ങേഷൻ ഇവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് പ്രിമച്വർ ചെയിൻ ടെർമിനേഷൻ നടക്കും. DNA ചെയിൻ ഇലോങ്ങേറ്റ് ചെയ്യാതെ ബാക്കി ഇനി അടുത്ത് വരുന്ന പാത്തോജനസിസിലെ പ്രോസസ്സോ സ്റ്റെപ്സോ ഒന്നും നടക്കത്തില്ല. സോ സ്റ്റഡി യൂസിങ് ദിസ് ഇമേജ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോ ഇലിസ്ട്രേഷനോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്
എസ്പെഷ്യലി ന്യൂക്ലിയോസൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. നൈട്രോജനസ് ബേസ് അനലോഗ്സ് ആണ്. ഒറിജിനൽ ന്യൂക്ലിയോടൈഡിനെ മിമിക് ചെയ്യുന്നു, പക്ഷേ 3' ഹൈഡ്രോക്സൽ ഗ്രൂപ്പ് ലാക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് DNA ചെയിനിലേക്ക് ഇൻകോർപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പുതിയ ന്യൂക്ലിയോടൈഡ് ബേസസിന് വന്ന് ചേരാനായിട്ട് പറ്റത്തില്ല. പ്രിമച്ചുവർ DNA ചെയിൻ ടെർമിനേഷൻ നടക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ വൈറൽ റിപ്ലിക്കേഷൻ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ വൈറൽ റിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡ്രഗ്സ് ആൻഡ് ദ ഡീറ്റെയിലിംഗ്സ്. NRTI ഇത് ഒരുപാട് ഡ്രഗ്സ് വരുന്നുണ്ട്. ഈ പേരുകളൊക്കെ പരിചിതമായിരിക്കും കുറേ ആൾക്കാർക്കും. സൈഡോബുഡിൻ, ലാമോബുഡിൻ, സ്റ്റാബുഡിൻ, ഡൈഡനോസിൻ, എംട്രൈസിറ്റാബിൻ, ടെനഫോർ, അബക്കാവർ, ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്സ്. I'll write it down. NRTIs. Nucleoside/nucleotide reverse transcriptase inhibitors. Cytobudin, lamivudin, emtricitabine, tenofovir, diadenosine, abacavir, ഇതൊക്കെയാണ് ഡ്രഗ്സ്. ഇതിനകത്ത് ഇപ്പം അധികം യൂസ് ചെയ്യുന്നില്ല ഈ സ്റ്റാബുഡിൻ. ഓക്കെ, സ്റ്റാബുഡിൻ ഇതും ഡൈഡനോസിനും അധികം ഇപ്പം യൂസ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ടോക്സിറ്റീസ് മൂലമാണ്. 3 തരത്തിലുള്ള ടോക്സിറ്റീസ് ആണ് സ്റ്റാബുഡിനും ഡൈഡനോസിനും കാരണം പലപ്പോഴായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പാൻക്രിയാറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ പാൻക്രിയാസ്. അപ്പോൾ ഓർക്കുക, പാൻക്രിയാസിന് എൻഡോക്രൈൻ ഫംഗ്ഷനും എക്സോക്രൈൻ ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. ഇത് രണ്ടും എഫക്റ്റഡ് ആകും പാൻക്രിയാറ്റൈറ്റിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഫേറ്റൽ പാൻക്രിയാറ്റൈറ്റിസ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പാൻക്രിയാറ്റൈറ്റിസ് വരുന്നത് കൊണ്ട് ഡൈഡനോസിനും സ്റ്റാബുഡിനും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ സെക്കൻഡ് പ്രോബ്ലം വിത്ത് ദീസ് ഡ്രഗ്സ് ആർ പെരിഫറൽ ന്യൂറോപ്പതി. അപ്പം ഏത് നർവ്സിനും വേണം ബാധിക്കാം. അത് ടിങ്ക്ലിങ്ങോ അല്ലെങ്കിൽ നംനസ്സോ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, മരപ്പ് പെരുപ്പൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നെർവ് വീക്ക്നെസ്സിലേക്ക് പോകാം. പിന്നെ ലിപ്പോഡിസ്ട്രോഫി. അപ്പോൾ ഒന്നെങ്കിലും നമ്മുടെ സബ്ക്യൂട്ടിനിയസ് ഫാറ്റിൻ്റെ അളവ് കുറയും അല്ലെങ്കിൽ കൂടും. ഇപ്പോൾ ലിപ്പോ ഹൈപ്പർട്രോഫിയോ അല്ലെങ്കിൽ ലിപ്പോ ട്രോഫിയോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സോ ബിക്കോസ് ഓഫ് പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതിയിൽ ലിപ്പോഡിസ്ട്രോഫി ഈ രണ്ട് ഡ്രഗ്സും ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. ഇനിയും ഈ ടെനഫോവിൻ്റെ തന്നെ 2 പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ടെനഫോവിർ ഡിസപ്രോക്സിൽ ഫ്യൂമറേറ്റും ടെനഫോവിർ അലഫെനമൈഡും. TDF ആൻഡ് TAF ഇതിലേതെങ്കിലും ഒന്നും യൂഷ്വലി അലഫെനമൈഡാണ് ഉപയോഗിക്കുന്നത്. വി ഓഫ്റ്റൻ യൂസ് ദിസ് ഡ്രഗ്. ഇതും എംട്രൈസിറ്റാബിനും കൂടെ. HIV ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരിൽ കൊടുക്കാറുണ്ട്. പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് ആയിട്ട് കൊടുക്കാറുണ്ട്. പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ റിസ്ക് ഓഫ് അക്വിസിഷൻ ഓഫ് HIV. ടെനഫോവിർ emtricitabine കൂടെ കോമ്പിനേഷൻ. ആൻഡ് വി വെന്റ് ത്രൂ ദ മെക്കാനിസംസ്. ഐ ആം നോട്ട് ഗോണ ഡീറ്റെയിലിംഗ് ദ മെക്കാനിസം അഗൈൻ. രണ്ടാമതൊരു പ്രശ്നം, നമ്മുടെ ശരീരത്തിൽ പോളിമറൈസ് എൻസൈം ഉണ്ട്. ഇത് RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തും പോളിമറൈസ് എൻസൈംസ് ഉണ്ട്. സോ നമ്മുടെ ശരീരത്തുള്ള പോളിമറൈസ് എൻസൈംസിനെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് മൈറ്റോകോൺഡ്രിയൽ ടോക്സിസിറ്റി ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റാബുഡിൻ കാരണം അല്ലെങ്കിൽ ഡൈനോസിൻ കാരണം പാൻക്രിയാറ്റൈറ്റിസും പെരിഫറൽ ന്യൂറോപ്പതിയും ലിപ്പോ അട്രോഫി അല്ലെങ്കിൽ ലിപ്പോ ഹൈപ്പർട്രോഫി ഒക്കെ ഉണ്ടാകുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫാർമക്കോകൈനറ്റിക്സ്.
ഓറലി ആണ് യൂഷ്വലി ഈ ഡ്രഗ്സ് കൊടുക്കുന്നത്. സൈഡോവിഡിൻ ഇൻട്രവെനസ് ഫോർമുലേഷൻ അവൈലബിൾ ആണ്. ഇനി മുമ്പേ പറഞ്ഞതുപോലെ ടെനഫോവർ അലഫനമൈഡും ടെനഫോവർ ഡിസപ്രോക്സിൽ ഫ്യൂമറേറ്റ്, ഇങ്ങനെ 2 പ്രോഡക്ട്സ് ഉണ്ട് ടെനഫോവറിന്. ഇതിൽ അലഫനമൈഡാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാസെല്ലുലർ കോൺസെൻട്രേഷൻ എപ്പോഴും അലഫനമൈഡായിരിക്കും കൂടുതൽ. അപ്പോൾ അലഫനമൈഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇത് ടെനഫോവർ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇൻട്രാസെല്ലുലർ കോൺസെൻട്രേഷൻ കൂട്ടും, പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഈ ടെനഫോവറിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ബോഡിയിൽ കാണിക്കും. ഒന്ന് റീനൽ ഇൻസഫിഷ്യൻസിയും, 2 ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുക എന്ന പ്രശ്നവും. അപ്പം നമുക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് ഇൻട്രാസെല്ലുലർ കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിൽ ടെനഫോവർ അലഫനമൈഡ് എന്ന പ്രോഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറാണ്, എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ അലഫനമൈഡ് ഡിസപ്രോക്സിൽ ഫ്യൂമറോസിനെക്കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന അഡ്വേഴ്സ് ഇഫക്ട്സ് ടെനഫോവർ ഡിസപ്രോക്സിൽ ഫ്യൂമറേറ്റ് കാരണമായിരിക്കും കൂടുതൽ. കാരണം ഇതിൻ്റെ ഹൈ പ്ലാസ്മ കോൺസെൻട്രേഷൻ ആയിരിക്കും, അലഫനമൈഡിന് ലോ പ്ലാസ്മ കോൺസെൻട്രേഷൻ ആയിരിക്കും, ഇൻട്രാസെല്ലുലർ ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. നമുക്ക് ഇൻട്രാസെല്ലുലർ ആക്ടിവിറ്റിയാണ് വേണ്ടത്. പ്രൈമറി എക്സ്ക്രീഷൻ റീനൽ എക്സ്ക്രീഷൻ ആണ് നടക്കുന്നത് എല്ലാ ഡ്രഗ്സിനും. ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ റീനൽ എക്സ്ക്രീഷൻ നടക്കുന്നത് കൊണ്ടാണ് റീനൽ ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ, CKD പേഷ്യൻസോ അല്ലെങ്കിൽ ക്രോണിക് ഡയബറ്റിസ് പേഷ്യൻസിന് റീനൽ പ്രോബ്ലം ഉള്ളവർക്കോ നെഫ്രോപ്പതി ഉള്ളവർക്കൊക്കെ ഇത് കൊടുക്കുമ്പോഴേക്കും ഡോസ് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അക്കോർഡിംഗ് ടു ദെയർ ക്രിയാറ്റിനിൻ ക്ലിയറൻസ്. some drugs are absolutely contraindicated in renal impairment. So ചില ഡ്രഗ്സ് നമുക്ക് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് അനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി കൊടുക്കാം. പക്ഷേ അബക്കാവർ ഒരു എക്സെപ്ഷൻ ആണ്, കാരണം അബക്കാവറിൻ്റെ മെറ്റബോളിക് പാത്വേ ഇസ് ഡിഫറെൻറ്റ്. അബക്കാവർ മെറ്റബോളൈസ് ചെയ്യുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രനൈസ്, പിന്നെ ഗ്ലൂക്രോണൈൽ ട്രാൻസ്ഫറൈസ് ഇത് രണ്ടും മൂലമാണ്. അതുകൊണ്ട് റീനൽ ഇമ്പയർമെൻറ്റ് നമുക്ക് വലിയ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല, പക്ഷെ മറ്റുള്ള ഡ്രഗ്സിന് ആവശ്യമുണ്ട്. ഇനി അഡ്വേഴ്സ് ഇഫക്ട്സ്, മുൻപേ നമ്മൾ ഡയഡനോസിൻ്റെയും സ്റ്റാബിഡിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് കണ്ടു. പാങ്ക്രിയാറ്റൈറ്റിസ്, പെരിഫറൽ ന്യൂറോപ്പതി ആൻഡ് ലിപ്പോ അട്രോഫി. ഇതുപോലെ 2 NRTIs ഒന്നിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഓർത്തോണം, ഓവർലാപ്പിംഗ് ടോക്സിസിറ്റീസ് വരാൻ പാടില്ല. പക്ഷെ നമുക്ക് കോമൺ ടോക്സിസിറ്റീസ് ഉണ്ട് ഈ കേസിൽ. എല്ലാ NRTIസിനും കോമൺ ആയിട്ട് പറയുന്ന ചില ടോക്സിസിറ്റീസ് ഉണ്ട്. പക്ഷേ രണ്ടും പ്രൊമിനൻ്റ്ലി ഈ പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കുവാണെങ്കിൽ 2 NRTIs ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല, 2 NRTIs ഒന്നിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ 2 AZ ഇൻഹിബിറ്റേഴ്സ് ഒന്നിച്ച് കൊടുക്കാറില്ല, 2 ARBs ഒന്നിച്ച് കൊടുക്കാറില്ല പൊതുവെ. അപ്പോൾ ഒരേ ക്ലാസ്സിലുള്ള ഡ്രഗ്സ് നമ്മൾ ഒന്നിച്ച് കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ 2 NRTIs നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. ഓവർലാപ്പിംഗ് ടോക്സിസിറ്റി വരെഴുതുന്നു. രണ്ടും സെയിം നൈട്രോജനസ് ബേസിൻ്റെ അനലോഗ്സ് ആയിരിക്കരുതെന്നേ ഉള്ളൂ. അതായത് 2 സൈറ്റോസിൻ അനലോഗ്സ് ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല, 2 തൈമിഡിൻ അനലോഗ്സ് ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. വേറെ ഡിഫറെൻറ്റ് അനലോഗ്സ്, നൈട്രോജനസ് ബേസ് അനലോഗ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് ടോക്സിസിറ്റി വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി എല്ലാ NRTIസിനും കോമൺ ആയിട്ടുള്ള ഒരു ടോക്സിറ്റിയാണ് ലിവർ ടോക്സിസിറ്റി. ലിവർ ടോക്സിറ്റിയിൽ വരുമ്പോൾ ലാക്റ്റിക് സിഡോസിസ് കാണാറുണ്ട്, ലാക്റ്റേറ്റ് അക്യുമുലേഷനും സിഡോസിസ് ഹി മീൻസ് pH, ബ്ലഡിലെ pH കുറയുക. ആൻഡ് നോർമൽ pH is 7 in between 7.35 and 7.45. അതുപോലെ തന്നെ സ്റ്റിയാറ്റോസിസ്, ഫാറ്റി ലിവർ കാണാറുണ്ട് ആൾക്കാരിൽ. ഇത് കോമൺ ടോക്സിറ്റിയാണ്. ലിവർ ടോക്സിറ്റി, ലാക്റ്റിക് അസിഡോസിസ്, സ്റ്റിയാറ്റോസിസ്, അങ്ങനെയായിരിക്കും മാനിഫെസ്റ്റേഷൻസ് വരുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ വിത്ത് അബക്കാവർ ഇസ് ഓൾസോ കോമൺ. HLA-B5701 ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനിൽ സാധ്യത കൂടുതലാണ്. സോ 5% ആൾക്കാരിൽ ഒബക്കാവർ മൂലം ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് ഡു നോട്ട് മീൻ ജസ്റ്റ് റാഷസോ അല്ലെങ്കിൽ ഏർട്ടിക്കേറിയോ വരുന്നത് മാത്രമല്ല ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ കേട്ടോ, ഈ കേസിൽ GI സിംറ്റംസ് കാണിക്കും, എക്സസീവ് ഫിറ്റിഗ്, മലൈസ്, ക്ഷീണം കാണിക്കും. ആൾക്കാർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കാണിക്കാറുണ്ട്. പ്ലസ് സ്കിൻ റാഷസ്.
കാണാൻ പറ്റും. അപ്പം നമ്മൾ അപക്യാബിൻ സാധാരണ കൊടുക്കുന്നതിന് മുമ്പ് HLA-B5 ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കൊടുത്താൽ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ഉള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും ഇപ്പോൾ സ്ക്രീൻ ചെയ്യാൻ പറ്റിയില്ല, അപക്യാബിൻ കൊടുത്തു, ഇതുപോലത്തെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസിന്റെ മാനിഫെസ്റ്റേഷൻസ് ബോഡി കാണിക്കാൻ തുടങ്ങുവാണെങ്കിൽ യു നീഡ് ടു ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ ഡ്രഗ് ആൻഡ് ചേഞ്ച് ദ ഡ്രഗ്. ഡ്രഗ് ഇൻട്രാക്ഷൻസ്. സൈഡോവുഡിനും ടെനഫോവറിനും അല്ലാതെ മറ്റുള്ള ഡ്രഗ്സിന് വലിയ ഇൻട്രാക്ഷൻ വരുന്നില്ല. കാരണം മെറ്റബോളിസം ലിമിറ്റഡ് ആണ്, റീനൽ എക്സ്ക്രീറ്ററി പാത്വേ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ്, നമ്മുടെ ശരീരത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന വൈറസ് ഈ ഡ്രഗിൻ്റെ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അത് ഇൻഫെക്ഷ്യസ് ഡിസീസിലുള്ള എല്ലാ പാഠങ്ങളിലും എല്ലാ ഡ്രഗ്സിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഒക്കെയാണ്, പക്ഷേ ആൻറ്റി വൈറൽ റെസിസ്റ്റൻസും ഉണ്ടാകാം. അപ്പോൾ ചില മ്യൂട്ടേഷൻസ്, ഫോർ എക്സാമ്പിൾ മ്യൂട്ടേഷൻ അറ്റ് വൈറൽ RT റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് കോഡോൺ 184, ഇതുപോലുള്ള മ്യൂട്ടേഷൻസ് കാരണമായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ചില സെയിം മ്യൂട്ടേഷൻ ചില ഡ്രഗ്സിനെതിരെ റെസിസ്റ്റൻസും എന്നാൽ ചില ഡ്രഗ്സിനെ എതിരെയല്ല, ചില ഡ്രഗ്സിനോട് കൂടുതൽ സെൻസിറ്റിവിറ്റി ആയിരിക്കും കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മ്യൂട്ടേഷൻ അറ്റ് വൈറൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് കോഡോൺ 184 ലാമിവുഡിൻ എതിരെ റെസിസ്റ്റ് ചെയ്യാൻ വൈറസിനെ സഹായിക്കും. അതുപോലെ തന്നെ എംട്രൈസിറ്റാബിനെതിരെ ഹൈ ഡിഗ്രി ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും കൺഫർ ചെയ്യുന്നത്. പക്ഷേ വേറെ രണ്ട് ഡ്രഗ്സ് സൈഡോവുഡിൻ അല്ലെങ്കിൽ ടെനഫോവിനൊക്കെ നോടൊക്കെ സെൻസിറ്റിവിറ്റിക്കാണ് സാധ്യത വിത്ത് സെയിം മ്യൂട്ടേഷൻ. ഇനി ഒരിക്കലും സെയിം അനലോഗ് ക്ലാസ്സിലുള്ള ഡ്രഗ്സ്, മുമ്പേയും ഞാൻ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ റീട്രേറ്റ് ചെയ്യുകയാണ്, ഒരിക്കലും സെയിം അനലോഗ് ക്ലാസ് ഒന്നിച്ച് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് ടോക്സിറ്റീസ് ഉള്ള ഏജൻസും ഒന്നിച്ച് കൊടുക്കാതിരിക്കുക. അതിൽ സൈറ്റ് an എക്സാമ്പിൾ. ലാമിവുഡിനും എംട്രൈസിറ്റാബിനും ഇത് രണ്ട് സൈറ്റോസിൻ അനലോഗ്സ്, അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. പക്ഷെ നമുക്കൊരു തൈമോഡിൻ അനലോഗും വേറൊരു സൈറ്റോസിൻ അനലോഗും ഒന്നിച്ച് കൊടുക്കാം. ആൻഡ് 2 NRTIs ക്യാൻ ബി ഗിവൻ ടുഗദർ. ഇനി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്ററിൽ ഒരു സബ്സെക്ഷൻ കൂടെ ഉണ്ട്, നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്. ഈ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയോസൈഡിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ന്യൂക്ലിയോസൈഡിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല, ഷുഗറും നൈട്രോജനസ് ബേസും മാത്രമേ ഉള്ളൂ. പക്ഷേ ന്യൂക്ലിയോടൈഡിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഷുഗറുണ്ട്, നൈട്രോജനസ് ബേസ് ഉണ്ട്. Next one, NNRTI is used to treat HIV infection. Non-nucleoside reverse transcriptase inhibitors, non-nucleoside reverse transcriptase inhibitors. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ ഈസി. ഈ എപ്പോഴും എൻസൈംസ് ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, ആക്റ്റീവ് സൈറ്റ് മൂലമായിരിക്കും ബാക്കിയുള്ള പ്രോസസ്സുകൾ സ്റ്റെപ്സ് ഒക്കെ നടക്കുന്നത്. ആക്റ്റീവ് സൈറ്റിന് തൊട്ടടുത്തൊരു അലോസ്റ്ററിക് സൈറ്റ് ഉണ്ട്. നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് അലോസ്റ്ററിക് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അലോസ്റ്ററിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ആക്റ്റീവ് സൈറ്റിൽ കൺഫർമേഷണൽ ചേഞ്ചസ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ആക്റ്റീവ് സൈറ്റിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ് ഒക്കെ ഒന്ന് മാറും. പിന്നെ ആക്റ്റീവ് സൈറ്റ് മൂലം നടക്കുന്ന മെക്കാനിസംസ് നടക്കില്ല. സോ ലിസൺ, ഇത് ബൈൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റിലല്ല. ഈ ഡ്രഗ്സ് ബൈൻഡ് ചെയ്യുന്നത് അലോസ്റ്ററിക് സൈറ്റിലാണ്. പക്ഷേ അലോസ്റ്ററിക് സൈറ്റിൽ ബൈൻഡ് ചെയ്ത് ആക്റ്റീവ് സൈറ്റിൽ കൺഫർമേഷണൽ ചേഞ്ചസ്, അതിൻ്റെ ഷേപ്പ് കുറച്ച് മാറ്റും, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻഡ്യൂസ് ചെയ്യും. അതുമൂലം ആക്റ്റീവ് സൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഫെർദർ മെക്കാനിസംസ് നടക്കില്ല എന്നുള്ളതാണ് മെക്കാനിസം. സോ ദേ ആർ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്, ഓക്കെ, റിവേഴ്സിബിൾ, highly selective non-competitive inhibitors. Binds to allosteric hydrophobic site, inducing conformational change on active site. അതാണ് നടത്തുന്നത്, എൻസൈം ഇൻഹിബിഷൻ നടത്തും. ഇതിന് ഇതുപോലെ ഫോസ്ഫോറിലേഷൻ നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റുള്ള ഡ്രഗ്സിന് ഫോസ്ഫോറിലേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. മിക്ക ആൻറ്റിവൈറൽ ഡ്രഗ്സ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് മാത്രമേ മെക്കാനിസംസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നെയിംസ്: നെബൈറാപ്പിൻ, ഡെലവീഡിൻ, എഫോവിറൻസ്, etravirin,
Rilpivirine, Doravirine, ഡ്രഗ്സിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനായിട്ട് പാടില്ല. ആദ്യം ഫാർമക്കോളജി പഠിക്കാൻ തുടങ്ങുമ്പം ക്ലാസിഫിക്കേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഡ്രഗ്സിൻ്റെ പേര് പഠിക്കണം. NRTIs വേറെ, NNRTIs വേറെ. ഡോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ്. അപ്പോൾ ഈ ഡ്രഗ്സൊക്കെ നമ്മൾ സർട്ടൻ ക്ലിനിക്കൽ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ എഫോവിറൻസ് ഈ TB co-infected എയ്ഡ്സ് പേഷ്യൻസിന് കൊടുക്കാം. എയ്ഡ്സ് പേഷ്യൻസിന് TB വരാനുള്ള സാധ്യത കൂടുതലാണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയതുകൊണ്ട്. അപ്പം എഫോവിറൻസ് ഈ TB ഡ്രഗ്സുമായിട്ട് ഇൻറ്ററാക്ഷൻ കുറവാണ്. അതുകൊണ്ട് TB co-infected പേഷ്യൻസിന് നമ്മൾ സാധാരണ ഇത് ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ റിൽപിവിറിന് വളരെ ചെറിയ ടാബ്ലറ്റാണ്, സ്മോളസ്റ്റ് സൈസാണ്, ടാബ്ലറ്റ് സൈസാണ് വരുന്നത്. അപ്പോൾ ഈ വിഴുങ്ങാൻ ഡിസ്ഫേജിയുള്ള ആൾക്കാർക്ക്, പീസോഫേജിയൽ ക്യാൻസേഴ്സോ അല്ലെങ്കിൽ അക്കാലസിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉമിനീര് ഇറക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വിഴുങ്ങാനോ ഗുളിക ഇറക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് റിൽപിവിറിൻ കൊടുക്കാം, ചെറുതായതുകൊണ്ട്. ഇനി ഈ ഡൊറാവിറിന് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ടോളറബിലിറ്റി അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ എന്താ പറയുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റം അഡ്വേഴ്സ് എഫക്ട്സ് ഡൊറാവിറിൻ കാരണം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻസും സാധ്യത കുറവാണ് ഡൊറാവിറിന്. പിന്നെ നമുക്ക് ലോ CD4 കൗണ്ട് ഉള്ളവരിലും ഹൈ വൈറൽ RNA കൗണ്ട് ഉള്ളവരിലും ഒക്കെ ഇത് കൊടുക്കാം, ഡൊറാവിറിൻ കൊടുക്കാം. ഇനി എട്രാവിറിൻ ഇതൊരു സെക്കൻഡ് ജനറേഷൻ ഡ്രഗാണ്. ആൻഡ് യു നോ അബൌട്ട് ദിസ്. ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സിനോട് റെസിസ്റ്റൻസ് കാണിക്കുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ എട്രാവിറിൻ സാധാരണഗതിയിൽ കൊടുക്കുന്നത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഹെവി ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് പേഷ്യൻസിലൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി ഇതിനും ടോക്സിസിറ്റീസ് ഒക്കെ ഉണ്ട്, ഡ്രഗ് ഇൻട്രാക്ഷൻസും ടോക്സിസിറ്റീസും ഒക്കെ പറയുമ്പോൾ കൂടുതലും ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് അല്ലെങ്കിൽ റാഷസിനെ കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത്. സോ വി ഹാവ് കംപ്ലീറ്റഡ് 2 classes of drugs, entry inhibitors and reverse transcriptase inhibitors. Entry inhibitorsനകത്ത് 4 ഡ്രഗ്സും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ 2 കാറ്റഗറി ഓഫ് ഡ്രഗ്സുമാണ് പഠിച്ചത്. And the next step in the pathogenesis is integration. And we have drugs named integrase strand transfer inhibitors or integrase inhibitors, just integrase inhibitors. പിന്നെ നടക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണ്? So we have made a DNA strand, or the virus has made a DNA strand using the RNA strand which was already brought by the virus. എന്നിട്ട് ഈ DNA RNA ഹൈബ്രിഡിൽ നിന്ന് RNA യൂസ് ചെയ്തിട്ട് RNAയുടെ പാർട്സ് റിമൂവ് ചെയ്തു. ആൻഡ് വിവ് ഗോട്ട് DNA strand. ഇനി ഈ DNA strand ഹോസ്റ്റ് സെൽ ജീനും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇതുപോലെയുള്ള മാക്രോഫേജസ് അല്ലെങ്കിൽ മോണോസൈറ്റ്സ് അല്ലെങ്കിൽ T ഹെൽപ്പർ സെൽസിൻ്റെ ഒക്കെ അകത്തുള്ള ന്യൂക്ലിക് ആസിഡ് DNA ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ദ വൈറൽ DNA പ്ലസ് അവർ DNA ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് integration process എന്ന് പറയുന്നത്. And the enzyme responsible for this reaction is integrase enzyme, which is also brought by the virus. കാരണം നമുക്ക് ഈ എൻസൈം ഇല്ല, ഇൻറ്റഗ്രേസ് എൻസൈം വൈറസ് തന്നെ ക്യാരി ചെയ്യണം. ആൻഡ് ഈ പ്രോസസ്സ് നടന്നു എന്ന് വിചാരിക്കുക. നമുക്ക് show an examples. This is the human DNA അല്ലെങ്കിൽ ഹ്യൂമൻ സെൽ ജീനോ. ഇതിനകത്തേക്ക് viral DNA integrate ചെയ്യുന്നത്. And we made the pro-viral DNA. So that means our cells are going to be infected. അല്ലെങ്കിൽ our cell is infected. നമ്മുടെ DNA is infected. But this process is carried out by integrase enzyme. അപ്പോഴാണ് നമുക്ക് തോന്നിയത്, okay, why don't we block this enzymes? ഈ എൻസൈം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ we can stop this process. So we made a drug, or we made a class of drug named integrase strand transfer inhibitors. അല്ലെങ്കിൽ integrase inhibitors. INSTIs, call it INSTIs, integrase strand transfer inhibitors. Anyway, there is an easy way to learn the drug names because there is a common suffix, and the common suffix is grave. Drugs. Raltegravir,
That's the common suffix. L വിറ്റുഗ്രാവ്, വിറ്റുഗ്രാവ്, ഡൊലിറ്റുഗ്രാവ്. ഇതിനകത്ത് നിനക്ക് സ്പേസ് ഇല്ല. It's just one word. I am just keeping one space to make you know, make you remember. ഈ ഗ്രാവർ എന്ന് പറയുന്ന കോമൺ സഫിക്സിനകത്ത് ഉണ്ടെന്ന്. റാൾ ടു ഗ്രാവർ, എൽ ടു ഗ്രാവർ, ബിക് ടു ഗ്രാവർ, ക്യാബ് ടു ഗ്രാവർ, ഡൊലു ടു ഗ്രാവർ, ഡു, ഇതെല്ലാം ഇന്റഗ്രേസ് ട്രാൻസ്ഫർ ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ഇന്റഗ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. Remember, these agents work by inhibiting the insertion of the viral DNA into the host cell genome. And let me have some extra points here. Integrase enzyme in the active site metal cations. So the integrase enzyme on the this is the enzyme in the integrase enzyme, and this is the active site of the integrase enzyme. Imagine, just assume the integrase enzyme active site ഇതുപോലെ divalent T+ divalent metal cations ഉണ്ട്. മെറ്റൽ കാറ്റയോൺസിലേക്കായിരിക്കും ഈ ഡ്രഗ് കയറി ബൈൻഡ് ചെയ്യുന്നതും ആക്റ്റീവ് സൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതും ഫർദർ ആക്ഷൻസ് നടത്താതിരിക്കുന്നതും. അപ്പോൾ അതിനർത്ഥം ഈ പ്ലസ് ചാർജസ് എവിടെ കണ്ടാലും ഈ ഡ്രഗ്സുമായി ബൈൻഡ് ചെയ്യുന്നുള്ളതാണ്. സോ ഡ്രഗ് ഇൻട്രാക്ഷൻ ക്യാൻ ഹാപ്പൻ വിത്ത് പോളിവാലന്റ് കാറ്റയോൺസ് അല്ലെങ്കിൽ food components. For example, antacids. Antacidsനകത്ത് magnesium containing antacids ഉണ്ട്, calcium containing antacids ഉണ്ട്, aluminum containing antacids ഉണ്ട്, iron supplements ഉണ്ട്, zinc supplements ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്കകത്ത് കാൽസ്യം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്ട്സിൻ്റെ ഒന്നും കൂടെ ഈ ഡ്രഗ്സ് എടുക്കാൻ പാടില്ല, ബിക്കോസ് കീലേഷൻ ഉണ്ടാകും. ഇതും ഓർത്തിരിക്കുക. ഈ ഡ്രഗ് ഇവിടെ ബൈൻഡ് ചെയ്യുന്നു, ആക്റ്റീവ് സൈറ്റ് ഒക്കുപ്പൈ ചെയ്യുന്നു, ഫർദർ മെക്കാനിസംസ് തടയുന്നു. പക്ഷേ ഈ ഡ്രഗ് എവിടെ പോസിറ്റീവ് ചാർജസ് 2+, 3+, ഡൈവാലന്റ്, ട്രൈവാലന്റ് കാറ്റയോൺസിലെല്ലാം പോയി ബൈൻഡ് ചെയ്യും. സോ ദാറ്റ്സ് എ ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇനി ഇതിനകത്തുള്ള ചില ഡ്രഗ്സ് നമ്മൾ ഫാർമക്കോകൈനറ്റിക് ബൂസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. ഫാർമക്കോകൈനറ്റിക് ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാനുള്ള ഡ്രഗ്സ് ആയിരിക്കും. എക്സാമ്പിൾ, എൽവിറ്റുഗ്രാവ് ഒറ്റയ്ക്ക് കൊടുത്താൽ, എൽവിറ്റുഗ്രാവിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ദ ഹാഫ് ലൈഫ് ഇസ് 3 hours. പക്ഷേ when elvitegravir is combined with cobicistat, ഇതൊരു ഫാർമക്കോകൈനറ്റിക് ബൂസ്റ്ററാണ്. ഇതിനോട് കൊടുക്കുമ്പോൾ എൽവിറ്റുഗ്രാവിൻ്റെ ഹാഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് 9 hours ആകും. സോ എൽവിറ്റുഗ്രാവിർ alone the half life is 3 hours, but when it's combined with cobicistat the half life is going to be 9 hours. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൊബിക്കിസ്റ്റാറ്റ് എൽവിറ്റുഗ്രാവിൻ്റെ മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യും. മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടും, പ്ലാസ്മ കോൺസെൻട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. ദാറ്റ്സ് ദ റീസൺ ഫോർ പ്രൊലോങ്ഡ് ഹാഫ് ലൈഫ്. അപ്പം അതുകൊണ്ട് കൊബിക്കിസ്റ്റാറ്റ് ഒരു ആൻറ്റി വൈറൽ ഡ്രഗ് അല്ല, മറിച്ച് കൊബിക്കിസ്റ്റാറ്റ് കൊടുക്കുന്നത് മറ്റു ചില ഡ്രഗ്സിൻ്റെ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാനാണ്. ഇവിടെ എൻഹാൻസ് ചെയ്യുന്ന ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസ് ഹാഫ് ലൈഫ്. ഇനി ഇത് അതുകൊണ്ട് ഒരു നേരം കൊടുത്താൽ 9 hours ഹാഫ് ലൈഫ് ഉള്ളതുകൊണ്ട് കൊബിക്കിസ്റ്റാറ്റിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ജനറലി ഈ ഡ്രഗ്സ് ഒക്കെ വെൽ ടോളറേറ്റഡ് ആണ്. പക്ഷേ കോമൺലി റിപ്പോർട്ടഡ് അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത് നോസിയ, ഡയറിയ ഒക്കെ ആയിരിക്കും. ആൻഡ് റാഷസ് വിത്ത് സം ഡ്രഗ്സ്. ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ദ ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇങ്ങനത്തെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഡയറി പ്രൊഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റാസിഡ്സിൻ്റെ കൂടെ ഒന്നും ഈ ഡ്രഗ് എടുക്കരുത്, സ്പേസ് ചെയ്യണം എന്നുള്ള കാര്യം. ഇനിയും മ്യൂട്ടേഷൻസ് ഉണ്ടാകാം ഇൻറ്റഗ്രേസ് ജീനിൽ, അതുമൂലം റെസിസ്റ്റൻസും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡ്രഗിനോട് റെസിസ്റ്റൻ്റ് ഉണ്ടെന്ന് വെച്ച്, അതായത് ഒരു ഇൻറ്റഗ്രേസ് ഇൻഹിബിറ്ററിനോട് റെസിസ്റ്റൻ്റ് ഉണ്ട് എന്ന് കരുതി, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് the virus is resistant to, and the virus present in your body is resistant to all the integrase inhibitors. അത് ഈച്ച് ആൻഡ് എവറി ഡ്രഗിന് നമ്മൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം, റെസിസ്റ്റൻ്റ് ആണോ സെൻസിറ്റീവ് ആണോ എന്നുള്ളത്. ഇനി എന്താണ് ഈ സംഭവിക്കുന്നത് പാത്തോജെനിസിസിൽ? ഈ ഇൻഫെക്റ്റഡ് DNA നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് വലിയൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകും, അതായത് ഒരു പ്രോട്ടീൻ ചെയിൻ ഉണ്ടാകും. അപ്പം നമുക്ക് വൈറസിൻ്റെ RNAയും
ഇൻഫെക്റ്റഡ് DNA അതുപോലെ DNA ട്രാൻസ്ലേറ്റ് ചെയ്ത് വലിയൊരു സിംഗിൾ പോളിപ്രോട്ടീൻ ചെയിനും ഒക്കെ ഈ നമ്മുടെ സെല്ലിൻ്റെ സർഫസിലേക്ക് വരും. സർഫസിലേക്ക് വന്നിട്ട് അവിടെ അസംബ്ലി നടക്കും. സോ അസംബ്ലി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ആൻ ഈസി വേ. ഇപ്പം നമുക്ക് കൈയും കാലും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെല്ലാം കൂടി ചേരുന്നത് പോലെ വൈറസിൻ്റെ അസംബ്ലി നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാർട്ടിക്കിൾസ് ആണ് കിട്ടിയത്. DNA, RNA, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസോ ഇൻറ്റഗ്രേസോ. അപ്പോൾ ഇതൊക്കെ റിപ്ലിക്കേറ്റ് ചെയ്യുവാണ്. DNA ആക്ച്വലി റിപ്ലിക്കേറ്റ് ചെയ്യും. റിപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങനത്തെ പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കിട്ടും. ഒരു ലോങ് പോളിപെപ്റ്റൈഡ് ചെയിനും കിട്ടും ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞിട്ട്. എന്നിട്ട് അസംബ്ലി നടന്ന് കൂടിച്ചേർന്നിട്ട് വിറിയോൺസ് ഉണ്ടാകും. വിറിയോൺസ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് വിറിയോൺസ് എന്ന് പറയുന്നത്. എന്നിട്ട് വിറിയോൺസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അത് ബ്ലഡിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇതിൽ ആക്ട് ചെയ്തിട്ട് ഈ പ്രോട്ടീൻ ചെയിൻ, ആ പോളിപെപ്റ്റൈഡ് ചെയിൻ ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പ്രോട്ടീൻസ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. Let me get a single polyprotein chain or polypeptide chain. It's going to broken. This one is broken down to structural and functional proteins. Structural proteins എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള പ്രോട്ടീൻസ്. ഇറ്റ് കുഡ് ബി മെട്രിക്സ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ക്യാപ്സിഡ് പ്രോട്ടീൻസ്, P24, P17, ഗ്ലൈക്കോപ്രോട്ടീൻ 120, ഗ്ലൈക്കോപ്രോട്ടീൻ 41, ഇതിലേത് വേണമെങ്കിലും. ആൻഡ് ദ ഫങ്ഷണൽ പ്രോട്ടീൻസ് മീൻസ് യൂഷ്വലി ദ എൻസൈംസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ഇൻറ്റഗ്രേസ്, പ്രോട്ടീസ് പോലുള്ള എൻസൈംസ് ഒക്കെയാണ്. അപ്പോൾ ഇതുണ്ടാകാതെ, അതായത് സിംഗിൾ പോളിപ്രോട്ടീൻ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പ്രോട്ടീൻസ് ഉണ്ടാകാതെ ഈ വിറിയോൺസിന് ഇൻഫെക്ഷ്യസ് വൈറസ് ആകാനായിട്ട് പറ്റത്തില്ല. എന്നിട്ട് ഇൻഫെക്ഷ്യസ് വൈറസ് ആയിരിക്കും നമ്മുടെ മറ്റുള്ള സെൽസിനെ affect ചെയ്യുന്നത്. So that's the basis of pathogenesis. ഇനി this protease is also known as this protease enzyme is also known as retropepsin അല്ലെങ്കിൽ HIV aspartate protease. അപ്പം we made a drug with this idea. Protease എന്ന് പറയുന്ന എൻസൈം ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇനിബിറ്റ് ചെയ്യുവാണെങ്കിൽ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഫങ്ഷണൽ പ്രോട്ടീൻസും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ വിറിയോൺസിനെ നമുക്ക് മെച്ചുവർ വൈറസ് ആക്കാനോ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് വൈറസ് ആക്കാനോ പറ്റില്ല. ആൻഡ് we have a category of drugs acting here, blocking this particular step, targeting this particular step, protease inhibitors. ഈ ഡ്രഗ്സിൻ്റെ വരവോടുകൂടിയാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസിൻ്റെ റേറ്റ് കുറയുകയും ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാനും ഒക്കെ പറ്റിയത്. അപ്പം ഒരു എയ്ഡ്സിനെ ആൾക്കാർ ചെറിയ പേടിയോടെ കാണുന്നതൊക്കെ ഈ ഡ്രഗ്സിൻ്റെ വരവോടുകൂടിയാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ഇവിടെയും എല്ലായിടത്തും നോട്ട് ഇൻ ഇന്ത്യ, ഇൻ അതർ കൺട്രീസ് ഓൾസോ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. HIV ബാധിതരോ അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം പാടില്ലെന്നൊക്കെ. ഇത് ഒന്നെങ്കിലും പാരൻറ്റൽ അല്ലെങ്കിൽ പെരിനേറ്റൽ അല്ലെങ്കിൽ സെക്ഷുവൽ കോണ്ടാക്റ്റുകൾ കൂടെ മാത്രമാണ് ഇത് പകരുന്നത്. മ്യൂക്കോക്യൂട്ടീനിയസ് ട്രാൻസ്മിഷൻ്റെ റേറ്റ് വളരെ കുറവാണ്. And let's talk about protease inhibitors. Atazanavir. I'm going to jot down the drug names first. Atazanavir, darunavir, and here we have a common suffix, navir. Fosambrenavir, intinavir, lopinavir, nelfinavir, saquinavir, tipranavir. ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. നാവർ എന്ന് പറഞ്ഞ കോമൺ സഫിക്സ് ഉള്ളതുകൊണ്ട്
നമ്മൾ മറ്റുള്ള ഡ്രഗ്സിനോട് കൊടുക്കും. ഈ ഡ്രഗ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വൈറോളജി ടെസ്റ്റ് വന്നില്ലെങ്കിലും റെസിസ്റ്റൻസ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വന്നില്ലെങ്കിലും ആൾക്കാർ എങ്ങനെ ഈ ഡ്രഗ് എടുക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ആൾക്കാർക്ക് അഡ്ഹറൻസ് ഉണ്ടോ എന്നൊന്നും ഉറപ്പില്ലെങ്കിൽ പോലും ഈ ഡ്രഗ്സ് കൊടുക്കാം എന്നാണ് പറയുന്നത്. And we know the mechanism. This is the mechanism. Single polypeptide chain is broken down to structural and functional protein using an enzyme named protease അല്ലെങ്കിൽ retripepsin അല്ലെങ്കിൽ HIV aspartyl protease. ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു, സിംഗിൾ പോളിപ്രോട്ടീൻ ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നു, അങ്ങനെ വൈറസിന്റെ മെച്ചുറേഷൻ തടയുന്നു. That's mechanism. Now let's get into the pharmacokinetics. High fat meals ചില ഡ്രഗ്സിൻ്റെ ബയോബിലിറ്റി ഹൈ ഫാറ്റ് മീൽസ് കൂട്ടും. Increase the viability of some PIs or protease inhibitors. And let's set some examples. Nelfinavirindeയും സാക്വിനാവിറിൻ്റെയും ഒക്കെ ബയോബിലിറ്റി ഹൈ ഫാറ്റ് മീൽസ് കൂട്ടും. While ഇന്റിനാവിറിൻ്റെ ബയോബിലിറ്റി ഹൈ ഫാറ്റ് മീൽസ് കൂടുതലാകും. ദിസ് ഇസ് എ കൗൺസിലിംഗ് പോയിന്റ് ദാറ്റ് യു മസ്റ്റ് അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പോയിന്റാണ്. Nelfinavar and saquinavir can be taken with fatty meals. പക്ഷേ ഇന്റിനാവിർ should not be taken with fatty meals എന്നുള്ള കാര്യം. ഫുഡിൻ്റെ കൂടെ എടുക്കാം, പക്ഷെ ഒരുപാട് ഫാറ്റ് കോണ്ടന്റ് അടങ്ങിയ ഫുഡ്സിൻ്റെ കൂടെ എടുക്കരുത്. ആൻഡ് ദേ ഹാവ് സിഗ്നിഫിക്കൻറ്റ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്. അതിൻ്റെ അർത്ഥം ഫ്രീ ഫ്രാക്ഷൻ കുറവായിരിക്കും എന്നാണ്. And these agents are substrates of CYP3A4. CYP3A4 അല്ലെങ്കിൽ CYP450 ഡിഫറെൻറ്റ് ഐസോ എൻസൈംസ് ത്രൂ ആണ് ഈ ഡ്രഗ്സ് മെറ്റബലൈസ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഡ്രഗ്സ് ഇൻഹിബിറ്റേഴ്സും ആണ്. പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദ അതർ ഡ്രഗ്സ് ടോക്സിസിറ്റി. പ്ലാസ്മ കോൺസെൻട്രേഷൻ മറ്റുള്ള ഡ്രഗ്സിൻ്റെ കൂടെ ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോട്ടീസ് ഇൻഹിബിറ്റർ നമ്മളിപ്പം ട്രൈസൊലാമിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ സെഡേഷനുള്ള ട്രൈസൊലാം ഇസ് എ ബെൻസോഡൈസെപ്പീൻ, സെഡേഷനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ട്രൈസൊലാം പോലത്തെ ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കാതിരിക്കുക. പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് സ്റ്റാറ്റിൻസിൻ്റെ കൂടെ കൊടുക്കും, എസ്പെഷ്യലി സിമാസ്റ്റാറ്റിൻ പോലത്തെ ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ റാബ്ഡോമയോസിസിനുള്ള സാധ്യത കൂടുതലായിരിക്കും. പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഫെന്റനീൽ പോലത്തെ ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില ഡ്രഗ്സിൻ്റെ കൂടെ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാനേ പാടില്ല, അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ മറ്റുള്ള ചില ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കുമ്പോഴേക്കിനും ആ കൂടെ കൊടുക്കുന്ന ഡ്രഗ്സിൻ്റെ ഡോസ് കുറച്ചാൽ മതിയായിരിക്കും. ആൻഡ് ദർ ഇസ് എ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ്. ഈ ടെക്സ്റ്റ് ബുക്സുകളെല്ലാം എസ്പെഷ്യലി ലിപ്പിൻകോട്ടിലൊക്കെ ഒരു ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഉണ്ട് പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റാത്തത് അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ ഡോസ് കുറച്ച് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഡ്രഗ്സിൻ്റെ പേര് വരുന്നുണ്ട്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ് ഹിയർ. Contraindicated drugs. Amiodarone. It's an antiarrhythmic drug, class 3. It should not be given with, it should not be co-administered with rifampicin because rifampicin is an inducer. അപ്പോൾ റിഫാംപിസിൻ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറയ്ക്കാനും സാധ്യതയുണ്ട്, തെറാപ്പറ്റിക് ഫെയിലിലേക്ക് ലീഡ് ചെയ്യും. കാരണം പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറച്ച് ഇൻഫെക്ഷൻ ഡിസീസിന് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. And it should not be given with the triazolam due to sedation. It should not be given with simvastatin and lovastatin. എല്ലാ സ്റ്റാറ്റിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മൾ പറയത്തില്ല കേട്ടോ. ചില സ്റ്റാറ്റിൻ്റെ ഡോസ് കുറച്ച് കൊടുത്താൽ മതി. ഫെന്റനീൽ ഇതിൻ്റെ ഒന്നും കൂടെ കൊടുക്കാനായിട്ട് പാടില്ല. And this means that these drugs should not be co-administered with protease inhibitors. There are some other drugs that require dosage modification with protease inhibitors. For example, dose modifications. അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം. You should be cautious while using these drugs with protease inhibitors. warfarin, ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. INR ഒക്കെ നോക്കണം, മോണിറ്റർ ചെയ്യണം. ഫിനിറ്റോയിൻ,
voriconazole. It's an antifungal. Voriconazole, phenytoin is an anti-epileptic drug. Sildenafil. Sildenafil is used for erectile dysfunction and also for pulmonary hypertension. പിന്നെ അറ്റോവസ്റ്റാറ്റിൻ കൊടുക്കാം. സ്റ്റാറ്റിൻ കൊടുക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക്. പക്ഷേ അറ്റോവസ്റ്റാറ്റിൻ കൊടുക്കാം. ഡോസ് കുറച്ച് കൊടുക്കണം. മെത്തറ്റോൺ ഏത് ഡ്രഗ്സിനെയൊക്കെ ഡോസ് മോഡിഫൈ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ആൻഡ് what's next or what more about protease inhibitors? Adverse effects. ഞാൻ ഈ അഡ്വേഴ്സ് എഫക്ട്സിനെ 3 കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. GI, metabolic, and fat redistribution. See, I'm going to talk about the common adverse effects. ഇതല്ലാതെ വേറെ അഡ്വേഴ്സ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതായത് ചില ഡ്രഗ്സ് റാഷസ് ഉണ്ടാക്കും, ഇൻഡിനവർ പോലത്തെ ഡ്രഗ്സ് സ്റ്റോൺ ഉണ്ടാക്കാം, നെഫ്രോലിത്തിയാസിസ് ഉണ്ടാക്കാം, അപ്പം വെള്ളം നല്ലപോലെ കുടിക്കണം. അങ്ങനെ കുറച്ച് ഇൻഡിവിജ്വൽ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. I'm going to talk about the common ones. GI എന്ന് പറയുമ്പം NVD, നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറിയ ഉണ്ടാകാം. മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് എന്ന് പറയുമ്പം കൊളസ്ട്രോൾ കൂടാം അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽസ് കൂടാം. സോ ഡയബറ്റിസ്, ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ, ട്രൈഗ്ലിസറൈഡ്സ് കൂടാം, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ടോട്ടൽ കൊളസ്ട്രോൾ കൂടാം. ഓക്കെ. പിന്നെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രിമിറ്റീസിൽ നിന്ന് ഫാറ്റ് വലിച്ചെടുത്തിട്ട് വേറെ ചില സ്ഥലങ്ങളിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഈ നെക്കിൻ്റെ പുറകിലായിട്ട് ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരാം, അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ നെക്ക്. അപ്പോൾ നമുക്കൊരു ബഫലോ ഹംപ് വന്നതുപോലെ തോന്നാം. അപ്പോൾ അവിടെ വരാം ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ അവിടെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരാം, അബ്ഡുമൻ്റെ അവിടെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരാം. അപ്പോൾ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റും പ്രൊട്രൂഷൻ ഓഫ് ദ ബെല്ലിയും ഇവിടെ ഒരു തടിപ്പുമൊക്കെ കാണാനായിട്ട് പറ്റും. And we talk about the drug interactions. എപ്പോഴും ഓർക്കുക, പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് are inhibitors, CYP450 inhibitors. അപ്പോൾ ഇത് മറ്റുള്ള ഡ്രഗ്സിനെ ബാധിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇൻഡ്യൂസേഴ്സിൻ്റെ കൂടെ CYP450 ഇൻഡ്യൂസേഴ്സിൻ്റെ കൂടെ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാമസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് വാട്ടിൻ്റെ കൂടെയോ ഒക്കെ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറഞ്ഞ് തെറാപ്യൂട്ടിക് ഫെയിലിയറിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഇനി റെസിസ്റ്റൻസ്, ഈ സ്റ്റെപ്പ് വൈസ് മ്യൂട്ടേഷൻസ് ആണ് സാധാരണ ജീനിൽ കാണുന്നത്. അപ്പോൾ ഈ ആദ്യമൊക്കെ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കൊണ്ട് വൈറസിനെയാണ് പ്രശ്നം. വൈറസിന് ഇൻഫെക്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ സ്റ്റെപ്പ് വൈസ് മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ ഡ്രഗ്സിനോട് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. പ്രോട്ടീസ് ജീനിലായിരിക്കും മ്യൂട്ടേഷൻസ് വരുന്നത്. ഇനി ഒരുപാട് പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടെങ്കിലും കറണ്ട് ഗൈഡ് ലൈൻസിൽ പ്രതിപാദിക്കുന്ന 2 പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് അറ്റസനാവറും ഡാരുനാവറും ആണ്. സോ ദ ടെക്സ്റ്റ് ബുക്ക് ഹാസ് ഇൻഫർമേഷൻ അബൌട്ട് അറ്റസനാവർ ആൻഡ് ഡാരുനാവർ. ഓറലാണ് കൊടുക്കുന്നത്, ഫുഡിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. പക്ഷേ ഒരിക്കലും പ്രോട്ടോമോം ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ അൻറ്റാസിഡ്സ് അല്ലെങ്കിൽ H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സിൻ്റെ കൂടെ എടുക്കാനായിട്ട് പാടില്ല. അസിഡിക് pH വേണം. എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല, ആൽക്കലൈൻ ആകരുതെന്നേ ഉള്ളൂ. ഓക്കെ. ഫുഡിൻ്റെ കൂടെ എടുക്കാം, പക്ഷേ നോട്ട് വിത്ത് PPIs, നോട്ട് വിത്ത് H2 ബ്ലോക്കേഴ്സ്, റാനിറ്റിഡിൻ പോലത്തെ ഡ്രഗ്സ് അല്ലെങ്കിൽ പാൻഡപ്രസോൾ പോലത്തെ ഡ്രഗ്സ് അല്ലെങ്കിൽ അൻറ്റാസിഡ്സിൻ്റെ കൂടെ എടുക്കരുത്. സ്പേസ് ചെയ്യേണ്ടി വരും. ആൻഡ് അറ്റസനാവർ ക്യാൻ ഓൾസോ ബി ബൂസ്റ്റഡ്. റിട്ടർനാവർ അല്ലെങ്കിൽ കൊബിക്കിസ്റ്റാറ്റ് ബൂസ്റ്റ് ചെയ്യണം. We will talk about that after this. Significant protein binding ഉണ്ട്. ഹാഫ് ലൈഫ് ഇസ് അബൌട്ട് 7 hours. ആൻഡ് ഇത് കാരണമുള്ള പ്രശ്നങ്ങൾ ബിലിറുബിൻ കൂടാൻ സാധ്യതയുണ്ട്. ഹൈപ്പർ ബിലിറുബിനീമിയ, ജോണ്ടിസ്, കാരണം ബിലിറുബിൻ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ മഞ്ഞ നിറം കാണിക്കും. ജോണ്ടിസ്, മഞ്ഞ നിറം മാത്രമല്ല GI ഡിസ്ട്രസും മഞ്ഞപ്പിത്തത്തിൻ്റെ ആയ സിംറ്റംസ് കാണിക്കും. പിന്നെ PR ഇൻട്രവൽ പ്രൊലോങ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് യൂഷ്വലി ക്ലാസ്സസ് എടുക്കുമ്പോഴേക്കും നമ്മൾ CVS ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എടുക്കുന്നത്. വുഡ് യു മീൻ ബൈ PR ഇൻട്രവൽ? ഒരു വേവ് ഫോം ഉണ്ട്, PQRST വേവ് ഫോം, ECG വേവ് ഫോം. അത് കാണിക്കുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ഒക്കെ ഡിനോട്ട് ചെയ്യും ഇതിനകത്ത് PQRST വേവ് ഫോമിൽ. ഫോർ എക്സാമ്പിൾ P for atrial depolarization and QRS complex for ventricular depolarization. T denotes ventricular repolarization. അപ്പോൾ PR ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ നടന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കുന്നതാണ് PR ഇൻ്റർവൽ.
അപ്പം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷനും വെൻട്രിക്കുലർ ഡീപോളറൈസേഷനും ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ബ്ലോക്ക് ഉണ്ടെന്നാണ്. AV ബ്ലോക്കിലൊക്കെയാണ് സാധാരണ അങ്ങനെ കാണിക്കുന്നത്. സെക്കൻഡ് ഡിഗ്രി AV ബ്ലോക്കിലും തേർഡ് ഡിഗ്രി AV ബ്ലോക്കിലും ഒക്കെ. ആൻഡ് യു മസ്റ്റ് നോ ദ കണ്ടക്ഷൻ സിസ്റ്റം. ഇലക്ട്രോഫിസിയോളജി ഒക്കെ ഹാർട്ടൊക്കെ പഠിച്ചാലേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടത്തുള്ളൂ. ഇനി അപ്പം ചില ഡ്രഗ്സും ഒന്നുകിൽ പാത്തോഫിസിയോളജിക്കലി ഈ AV ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പിയർ ഇൻ്റർവെൽ പ്രൊളോങ് ചെയ്യാറുണ്ട്. ഈ ചില ഡ്രഗ്സ് കാരണം പിയർ ഇൻ്റർവെൽ പ്രൊളോങ് ചെയ്യാറുണ്ട്, ഈ ഡ്രഗ് കാരണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഓൾറെഡി AV ബ്ലോക്ക് ഉള്ളവർക്ക് അല്ലെങ്കിൽ ECG വേരിയേഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഡ്രഗ് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ മെട്രൽ ഡ്രഗ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹൈപ്പർലിപ്പിഡീമിയയുടെ റിസ്ക് കുറവാണ്, കാരണം അതൊരു ജനറൽ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരുന്നു. പക്ഷേ ഇതുപോലെ ജോണ്ടസ് അല്ലെങ്കിൽ PR ഇൻ്റർവെൽ ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഡ്രഗ്. അല്ലാതെ അറ്റസനാവർ GI ഡിസ്ട്രസ്സും സ്കിൻ റാഷസും ഒക്കെ ഉണ്ടാകാറുണ്ട്. GI ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ GI ഡിസ്ട്രസ് എന്ന് പറയുന്നത് കോമൺ ഒക്കറൻസ് ആണ് മിക്ക ഡ്രഗ്സിലും. ഇനി ഡാരുനാവറും ലോ ഡോസ് റിറ്റുനാവർ ഇസ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ, പക്ഷേ ലോ ഡോസ് റിറ്റുനാവർ ഫാർമക്കൈനറ്റിക് ബൂസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ കൊബിക്കിസ്റ്റാറ്റിൻ്റെ കൂടുതലാണ് ഡാരുനാവർ കൊടുക്കുന്നത്. ഡാരുനാവർ നമുക്ക് ഇനിഷ്യൽ തെറാപ്പിയിൽ സ്റ്റാർട്ട് ചെയ്തത് ട്രീറ്റ്മെൻറ്റ് നൈവായിട്ടുള്ള പേഷ്യൻസിൽ കൊടുക്കാം. ഫുഡിൻ്റെ കൂടെയാണ് സാധാരണ എടുക്കുന്ന. എലിമിനേഷൻ ഹാഫ് ലൈഫ് ഇസ് 15 hours, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് കമ്പൈൻഡ് വിത്ത് ഫാർമക്കോകിനറ്റിക് ബൂസ്റ്റേഴ്സ്. CYP 3A4 വരെയാണ് മെറ്റബലൈസ് ചെയ്യുന്നത്. ആൻഡ് ഡാരുനാവറിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് അഗൈൻ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ GI ഡിസ്കംഫർട്ട്, റാഷ് ഒക്കെ ഉണ്ടാകാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് സം ഡ്രഗ്സ്. ഫോസംപ്രിനവർ GI ഡിസ്ട്രസ് ഉണ്ട്. പിന്നെ ഈ ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ ഓറൽ പെരസ്തേഷ്യാസ് വരാം, ഒരു നംനസ് പോലെ വരാം, റാഷസ് ഉണ്ടാകാം. ഇൻറ്റിനാവർ ബിലിറുബിൻ കൂടെ ബിനൈൻ ആണ്. ബിനൈൻ ഹൈപ്പർ ബിലിറുബിൻ കുറച്ച് നാളത്തേക്ക് ട്രാൻസിയൻ്റ്ലി മാത്രം. പിന്നെ നെഫ്രോലിത്തിയാസിസ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാം. കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ ഡ്രഗ്സും കൊടുക്കുമ്പോൾ കോമൺ കൗൺസിലിംഗ് പോയിൻ്റാണ് വെള്ളം നല്ലപോലെ കുടിക്കുക എന്നുള്ളത്. പക്ഷേ പ്ലെൻറ്റി ഫോർട്ട് എടുക്കാൻ പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം. ഈ വെള്ളം എല്ലാ ആൾക്കാർക്കും കൂടുതൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു CKD പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് കാണും. അതുകൊണ്ട് മനസ്സിൽ വെച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇൻറ്റിനാവർ നമ്മൾ അധികം ഫാറ്റി ഫുഡ്സിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കുറയും. അതുകൊണ്ട് ഫുഡിൻ്റെ കൂടെ എടുക്കാം, അല്ലെങ്കിൽ ലോ ഫാറ്റ് അല്ലെങ്കിൽ സ്കിം മിൽക്കിൻ്റെ കൂടെയൊക്കെ എടുക്കാം. ലോപ്പിനാവ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. കൊളസ്ട്രോൾ കൂട്ടാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇസ് റീസൺ ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ്റെ ടൈറോസിൻ കൈനസ് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ റിസപ്റ്റർ ടിഷ്യൂവിൻ്റെ മുകളിലൊക്കെയുള്ള സെൽസിൻ്റെ മുകളിലുള്ള ഇൻസുലിൻ റിസപ്റ്ററിൽ വന്ന് ആക്ട് ചെയ്താൽ മാത്രമേ ഗ്ലൂക്കോസ് റീഅപ്ടേക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ അത് ഡയബറ്റീസിനകത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി നെൽഫിനാവ് ഡയറിയ, നോസിയ, ഫ്ലക്ച്വലൻസ് പോലത്തെ പ്രശ്നങ്ങളും റാഷസും ഒക്കെ ഉണ്ടാക്കാം. സോ GI ഇഷ്യൂസ് ആൻഡ് ഫോഡിങ് റാഷസ് ഒക്കെ ഉണ്ടാക്കാം. റിറ്റോനാവർ ഇസ് എ പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ. ഹൈ ഡോസ് റിറ്റോനാവർ അല്ലെങ്കിൽ നോർമൽ ഡോസസിൽ പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ ആയിട്ടോ ലോ ഡോസ് റിറ്റോനാവർ ഫാർമക്കോകിനറ്റിക് ബൂസ്റ്റർ ആയിട്ടോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ടേസ്റ്റ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കാം. GI പ്രോബ്ലംസും ടേസ്റ്റ് ഡിസ്റ്റർബൻസും. പിന്നെ LFT ചെറുതായിട്ട് കൂടാം, ട്രൈഗ്ലിസറൈഡ്സ് കൂടാം. സാക്വിനാവ് GI ഡിസ്കംഫർട്ട് ഉണ്ടാകാം, LFT എലിവേഷൻസ് ഉണ്ടാകാം. ടിപ്രാനാവ് സാക്വിനാവ് നമ്മൾ ഫാറ്റി മീൽസിൻ്റെ കൂടെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ടിപ്രാനാവ് GI ഡിസ്ട്രസ് ഉണ്ടാകാം. അതുപോലെ തന്നെ സിവിയർ ഹെപ്പാറ്റോക്സിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഡ്രഗ് മൂലം. പിന്നെ ഇൻട്രാക്രേനിയൽ ഹെമറേജ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡ്രഗ്സ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസും പഠിക്കുന്നത്, ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഫാർമക്കോളജി മാത്രമാണ്, HIV ഡ്രഗ്സിൻ്റെ ഫാർമക്കോളജിയാണ്. ഇനി ഡ്രഗ്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പം ഒരാൾക്ക് HIV ഉണ്ട് എന്നറിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ദ CD4 കൗണ്ട് അല്ലെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് RNA ലെവൽസ് എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം തന്നെയാണ് നിർബന്ധം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 NRTIയും ഇൻറ്റഗ്രേസ് ഇൻഹിബിറ്ററും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. 2 NRTIs + 1 ഇൻറ്റഗ്രേസ് ഇൻഹിബിറ്റർ. പിന്നെ ആയിരിക്കും മറ്റുള്ള ഡ്രഗ്സ് ആഡ് ചെയ്യുന്നത്. ഇനി just one thing about pharmacokinetic enhancers.
നമ്മൾ സിംഗിൾ പ്രോട്ടീസ് ഇൻഹിബിറ്റർ ആയിട്ട് റിറ്റനോവർ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ലോ ഡോസ് റിറ്റനാവർ pharmacokinetic enhancers അല്ലെങ്കിൽ pharmacokinetic boosters ബൂസ്റ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, റിറ്റനോവറിന് അഗെയിൻ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചില ഐസോ എൻസൈംസിൽ ഇൻഡ്യൂസർ ആയിട്ടും ചില ഐസോ എൻസൈമിന്റെ ഇൻഹിബിറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ല ആക്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് CYP3A4. CYP3A4 ഇൻഹിബിറ്റർ ആണ് റിറ്റനോവർ. ഓക്കെ, അപ്പോൾ എന്തിനാണ് റിറ്റനോവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോ ഡോസ് റിറ്റനോവർ for boosting the pharmacokinetics, to inhibit the metabolism of concomitantly taken antiviral drugs, to boosting the pharmacokinetics of other drugs. അങ്ങനെയാകുമ്പോൾ ബൂസ്റ്റഡ് PI എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും കൂട്ടിവെക്കാനും പറ്റും. ഇനി റിറ്റനോവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെറ്റബോളിസം, CYP3A4 TUD6 ഈ രണ്ട് ഐസോ എൻസൈംസ് ആണ് മെറ്റബലൈസിങ് എൻസൈംസ്. ബിലിയറി എക്സ്ക്രീഷൻ ആണ് നടക്കുന്നത്. ഹാഫ് ലൈഫ് 3 to 5 hours ആണ്. ഓക്കെ, റിറ്റനോവറിന് ഒരുപാട് ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡ്രഗാണ്. ആൻഡ് വി പ്രീവിയസ്ലി ടോക്ട് അബൌട്ട് കൊബിക്കീസ്റ്റാറ്റ്. ഇതൊരു ഫാർമക്കോകിനറ്റിക് ബൂസ്റ്റർ ആണ്, മറ്റുള്ള ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കുന്നത്. ആ ഡ്രഗ്സിൻ്റെ മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്തിട്ട് T-half കൂട്ടാനായിട്ട്. ആൻഡ് കൊബിക്കീസ്റ്റാറ്റ്, CYP3A4, TUD6, പിന്നെ പാരഗ്ലൈക്കോപ്രോട്ടീൻ ട്രാൻസ്പോർട്ടർ, ഇതെല്ലാം ഇൻഹിബിറ്റ് ചെയ്യും. ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. കൊബിക്കീസ്റ്റാറ്റ് സിറം ക്രിയാറ്റിനിൻ കൂട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് എവറി വൺ നോസ് അബൌട്ട് ദ നോർമൽ ക്രിയാറ്റിനിൻ. ഗാസ് 0.6 to 1.1 mg/dl അല്ലെങ്കിൽ 0.6 to 1.2 mg/dl ആണ് നോർമൽ സിറം ക്രിയാറ്റിനിൻ. സ്ലൈറ്റ് വേരിയേഷൻസ് ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെൻറ്റർ സ്പെസിഫിക് പ്രോട്ടോകോൾസിലൊക്കെ സ്ലൈറ്റ് വേരിയേഷൻസ് കാണും. കൊബിക്കീസ്റ്റാറ്റ് ട്യൂബുലർ ക്രിയാറ്റിനിൻ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്തിട്ട് സിറം ക്രിയാറ്റിനിൻ കൂട്ടാനാണ് സാധ്യത. So that's all about HIV antiviral drugs. ഇനി നമുക്ക് കുറച്ച് കോമ്പിനേഷൻ ഡ്രഗ്സ് കാണാനുണ്ട്, അതിന് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് കാണാനുണ്ട്. ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. പക്ഷേ എത്ര റെക്കോർഡിങ്സ് കേട്ടാലും എത്ര ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും you must go through the chapter, especially when you're preparing for ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ടെക്സ്റ്റ് ബുക്ക്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ മനസ്സിലാക്കി ഈച്ച് ആൻഡ് എവറി ലൈൻ വായിച്ച് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. ആൻഡ് ബിക്കോസ് യു ആർ നോട്ട് ഓൺലി റൈറ്റിംഗ് ദ എക്സാം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പാസിങ് എൻ എക്സാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എക്സാം കാണും, OSCE കാണും, ഇതെല്ലാം കഴിഞ്ഞിട്ട് യു നീഡ് ടു ടോക്ക് ടു ദ പേഷ്യൻറ്റ്, യു നീഡ് ടു കൗൺസിൽ ദ പേഷ്യൻറ്റ്. സോ യു മസ്റ്റ് നോ അബൌട്ട് ദ ഡ്രഗ്സ് ബിക്കോസ് യു ആർ being a patient advocate, you must know about everything about the drugs. പഴയ ഡ്രഗ്സ് മാത്രമല്ല, പുതിയ ഇറങ്ങുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ പുതിയ വാക്സിനേഷൻസ് ഇറങ്ങുന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണ വേണം. താങ്ക് യു.